അർജുൻ സംസാരിക്കുന്ന കാര്യം കേട്ട് അവിടെയുള്ളവരെല്ലാം ഞെട്ടിത്തരിക്കുകയായിരുന്നു. വീട്ടിൽ അടുക്കള ജോലി ചെയ്യുന്ന തന്റെ ഭർത്താവ് PJ ഗ്രൂപ്പ് പോലെയുള്ള ഒരു വമ്പൻ കമ്പനിയുമായി തന്റെ കമ്പനിയെ മേർജ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞത് പ്രയാഗയ്ക്ക് ഒട്ടും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അർജുൻ, സത്യത്തിൽ നീ ആരാ? ബ്രേക്കിംഗ് ന്യൂസ്. നിനക്കൊരു പ്രശ്നം വരുമ്പോ, നമ്മുടെ കമ്പനിക്കൊരു പ്രശ്നം വരുമ്പോ വേറെ ആരും കൂടെ നിന്നില്ലെങ്കിലും അർജുൻ നിന്റെ കൂടെ നിൽക്കും. അർജുന് നിന്നെ സഹായിക്കാൻ കഴിയും. എയർപോർട്ടിനകത്ത് കയറാൻ വേണ്ടി ധൃതിയിൽ ഓടി വരികയായിരുന്നു അർജുൻ. പക്ഷെ അവന്റെ വേഷവും രൂപവും കണ്ടപ്പോൾ തന്നെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്ന CISF സെക്യൂരിറ്റി ഗാർഡ് അവനെ അകത്തേക്ക് കയറ്റി വിട്ടില്ല. എങ്ങോട്ടേ ഓടിക്കയറി പോകുന്നേ? സർ, അരമണിക്കൂറിനുള്ളിൽ US-ലേക്കുള്ള എന്റെ ഫ്ലൈറ്റ് പുറപ്പെടും. പ്ലീസ് സർ. അതൊന്നും പറ്റില്ല. ആദ്യം നിങ്ങൾ ടിക്കറ്റ് കാണിക്കേ. സർ, ടിക്കറ്റ് അകത്ത് എന്റെ മാനേജറുടെ കയ്യിലാണ് സർ. പ്ലീസ് സർ. മനുഷ്യനെ മെനക്കെടുത്താതെ പോടാ പിച്ചക്കാരനുണ്ട്. ഇത് എയർപോർട്ടാ, അല്ലാതെ ബസ് സ്റ്റാൻഡ് അല്ല. സ്ഥലം വിടാൻ നോക്ക്. സർ, എന്റെ കൈവിട്. അരമണിക്കൂറിനുള്ളിൽ US-ലേക്കുള്ള എന്റെ ഫ്ലൈറ്റ് ആണ് സർ. പ്ലീസ് സർ, ടിക്കറ്റ് അകത്തുണ്ട് സർ. എടാ തെണ്ടി, നിന്റെ ഡ്രസ്സിൽ മൊത്തം അഴുക്കാ. പൊട്ടിയ ചെരുപ്പാ നിന്റെ കാലില്. എന്നിട്ട് നീ പറയുന്നു അരമണിക്കൂറിനുള്ളിൽ നിന്റെ ഫ്ലൈറ്റ് ആണെന്ന്. നീ എന്താ എയർപോർട്ടിന്റെ മുന്നിൽ വന്ന് നിന്ന് സ്വപ്നം കാണണോടാ പൊട്ടാ? വേഗം ഇവിടുന്ന് പോവാൻ നോക്ക്. പോ സർ, ഞാൻ നിങ്ങളോട് കെഞ്ചി പറയാ, എന്റെ ഫ്ലൈറ്റിന് സമയമായി. പ്ലീസ് സർ, പ്ലീസ് സർ. നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? പ്ലീസ് സർ, ഞാൻ സാറിനോട് റിക്വസ്റ്റ് ചെയ്യാം. ഇറങ്ങിപ്പോ. പോടാ. നിന്നെയൊക്കെ പിടിച്ചിട്ട് പോലീസിൽ ഏൽപ്പിക്കാ വേണ്ടത്. ഹലോ. പെട്ടെന്നായിരുന്നു നഗരത്തിലെ സമ്പന്ന കുടുംബത്തിലെ അംഗവും അർജുന്റെ ഭാര്യയുമായ പ്രയാഗ അവിടേക്ക് വന്നത്. അർജുനെ സെക്യൂരിറ്റി പിടിച്ചു തള്ളിയിടുന്നത് പ്രയാഗ ഞെട്ടലോടെ നോക്കി നിന്നു. അർജുനും പ്രയാഗയും പേരിന് മാത്രം ഭാര്യ ഭർത്താക്കന്മാരായി കഴിയുന്നവരായിരുന്നു അവർ. കാരണം അവരുടെ കല്യാണം പ്രയാഗയുടെ മുത്തശ്ശന്റെ നിർബന്ധം കൊണ്ട് മാത്രം നടന്നതായിരുന്നു. അതിനുശേഷം അർജുൻ പ്രയാഗയുടെ വീട്ടിൽ ഒരു വേലക്കാരനെ പോലെയും കാവൽക്കാരനെയും പോലെ മാത്രമായിരുന്നു ജീവിച്ചത്. മിസ്റ്റർ സെർവൻ, നീ ഇവിടെ എന്ത് ചെയ്യാനാടാ വന്നത്? നിനക്കറിയില്ലേ, ഇന്നിവിടെ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു ഇൻവെസ്റ്റർ വരുന്നുണ്ടെന്നും അയാളെ വെൽക്കം ചെയ്യാൻ എനിക്കിവിടെ വരണമെന്നും. എനിക്ക് നിന്റെ ഈ തമാശ കണ്ട് നിൽക്കാനൊന്നും സമയമില്ല. നീ ഇവിടെ എന്തിനു വന്നതായാലും ശരി, പെട്ടെന്ന് തന്നെ അത് ഉപേക്ഷിച്ച് ഇവിടെ നിന്ന് പോവാൻ നോക്ക്, ഇപ്പൊ തന്നെ. പ്രയാഗ, എനിക്ക് എമർജൻസി ആയിട്ട് അമേരിക്കയിൽ പോയേ പറ്റൂ. എന്റെ ടിക്കറ്റ് അകത്താണ്. എനിക്ക് അകത്ത് കടന്നേ പറ്റൂ. പ്ലീസ്, നീ എന്നെ എങ്ങനെയെങ്കിലും സഹായിക്കേ പ്ലീസ്. ഹൗ ഡെയർ യു! അനുവാദം ഇല്ലാതെ എന്റെ ദേഹത്ത് കൈവച്ച നീ വിവരം അറിയും. നീ അമേരിക്കയിൽ പോവാണല്ലേ? നീ എന്നോട് അമേരിക്കയുടെ സ്പെല്ലിംഗ് ഒന്ന് പറഞ്ഞേ. ഒരു തവണ എനിക്ക് വേണ്ടി ഒന്ന് പറ. നിനക്കൊക്കെ ആരാടാ അമേരിക്കയ്ക്കുള്ള ടിക്കറ്റ് തന്നത്? അർജുൻ സ്ട്രീറ്റിൽ തട്ടുകട നടത്തുന്ന ഒരു സാധാരണക്കാരനായിരുന്നു. അവന് അമേരിക്കയിൽ എന്താണ് കാര്യം? വാ മൂടി കെട്ടി ഓഫീസിലേക്ക് ചെല്ല്. എന്നിട്ട് ഞാൻ കൊണ്ടുവരുന്ന ഇൻവെസ്റ്റേഴ്സിനെ വേണ്ട ഭക്ഷണം തയ്യാറാക്ക്. ഈ രാജ്യം വിട്ട് പോകുന്നത് പോയിട്ട് നിനക്ക് നിന്റെ വീടോ ഈ സിറ്റിയോ വിട്ട് പോകുന്നതിന് മുമ്പ് പോലും 100 തവണ ആലോചിക്കണം. 100 പേരോട് ഇരക്കണം. എന്തെങ്കിലും മണ്ടത്തരം കാണിച്ച ആൾക്കാരുടെ മുന്നിൽ എന്നെ അപമാനിക്കാനാണ് നിന്റെ പ്ലാനെങ്കിൽ ഞാൻ നിന്നെ വെറുതെ വിടില്ല, ഓർത്തോ? പ്ലീസ്. ഞാൻ നിന്നോട് അവസാനമായിട്ട് പറയാം. പ്രയാഗ, എനിക്ക് എമർജൻസി ആയിട്ട് പോവേണ്ടതുകൊണ്ടാ. പ്ലീസ് ഹെൽപ്പ് മീ. അപ്പോഴാണ് പ്രയാഗയുടെ ബിസിനസ് പാർട്ട്ണർ ഋഷി അവിടേക്ക് വന്നത്. എന്തിനാ ഈ പിച്ചക്കാരനോടൊക്കെ സംസാരിച്ച സമയങ്ങളായിരുന്നു? ഒരു 50 രൂപ കൊടുത്ത് പറഞ്ഞു വിടാൻ നോക്കുവിനേക്ക. സൂക്ഷിച്ച് സംസാരിക്കണം. ഇതെന്റെ ഭാര്യ, മനസ്സിലായോ നിനക്ക്? എന്ത്? ഇവനിതെന്താ ഈ പറയുന്നത്? ഇവൻ നിന്റെ ഹസ്ബൻഡ് ആണെന്ന്? ഋഷിയുടെ മുന്നിൽ വെച്ച് അർജുൻ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞതും പ്രയാഗ ഒന്ന് പരിങ്ങി. എന്നാൽ അധികം വൈകാതെ തന്നെ വളരെ കൂളായി പ്രയാഗ സംസാരിച്ചു തുടങ്ങി. കമോൺ ഋഷി, നീ എന്താ തമാശ പറയാണോ? നീ ഇവനൊന്ന് ശരിക്കും നോക്കിയേ, അവന്റെ ഡ്രസ്സ് നോക്കിയേ. എനിക്ക് ഇവന്റെ അടുത്ത് നിൽക്കാൻ തന്നെ അറപ്പാവുന്നു. പക്ഷെ ഇവൻ പറയുന്നത് ഞാൻ ഇവന്റെ ഭാര്യയാണെന്ന്. കുറച്ച് കാശിന് വേണ്ടി എന്നും വിളിച്ചു പറയുന്ന ഒരുത്തനാണെന്ന് തോന്നുന്നു. അതിനായിരിക്കും ഇവിടെ തന്നെ നിൽക്കുന്നത്. പക്ഷെ ഈ കോലത്തിലുള്ള ഒരുത്തന് ഒരിക്കലും എന്റെ ഭർത്താവാകാൻ കഴിയില്ല എന്നത് ഇവൻ ഇപ്പോഴും മനസ്സിലാക്കുന്നില്ലല്ലോ. അത് കേട്ടതും അർജുന്റെ മനസ്സിലേക്ക് ഓടി വന്നത് പ്രയാഗയെ ആദ്യമായി സിറ്റി ഹോസ്പിറ്റലിൽ നിന്നും കണ്ട നിമിഷമായിരുന്നു. തന്റെ അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടി സിറ്റി ഹോസ്പിറ്റലിൽ വന്നതായിരുന്നു അർജുൻ. അപ്പോഴാണ് അവൻ അവളെ കണ്ടത്. ധനികയായ സുന്ദരിയായ ഒരു പെൺകുട്ടി. അവളെ കണ്ടാൽ തന്നെ ഒന്നിനും ഒരു കുറവില്ലെന്ന് മനസ്സിലാവും. എന്നിട്ടും അവൾ അവളുടെ വിലപ്പെട്ട സമയം കളഞ്ഞ് ദിവസവും അവിടെയുള്ള ക്യാൻസർ പേഷ്യൻസിനെ കാണാൻ വരുമായിരുന്നു. പ്രയാഗയെ അവന് നന്നേ ബോധിച്ചു. പ്രയാഗ അവിടെയുള്ള എല്ലാ പേഷ്യൻസിനും തന്റെ സ്നേഹവും കരുതലും വീതിച്ചു നൽകി. ഇത് കണ്ട അർജുന് അവളോട് എന്തെന്നില്ലാത്തൊരടുപ്പവും സ്നേഹവും തോന്നാൻ തുടങ്ങി. അവൻ ആ നിമിഷം തന്നെ അവളെ അവന്റെ മനസ്സിൽ പ്രതിഷ്ഠിച്ചു. പക്ഷെ അവൻ അറിയുന്നുണ്ടായിരുന്നില്ല അവൻ ആ സൗഭാഗ്യം യഥാർത്ഥത്തിൽ ലഭിക്കാൻ പോവുകയാണ് എന്നത്. കേട്ടില്ലടാ പട്ടി,
ഞാൻ നിന്നെ ഇവിടെ നിന്ന് അടിച്ച് പുറത്താക്കണ്ടെങ്കിൽ പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങി പോടാ തെണ്ടി. പ്രയാഗയിൽ നിന്നും നേരിടേണ്ടി വന്ന ദുരവസ്ഥയോർത്ത് അർജുൻ തന്റെ ഉള്ളിൽ കരയുകയായിരുന്നു. അർജുൻ അവിടെ നിന്നും പോകാമെന്ന് ആലോചിച്ച് എഴുന്നേൽക്കുമ്പോഴായിരുന്നു കറുത്തൊരു ആഡംബരക്കാർ അവിടേക്ക് വന്നെത്തിയത്. നഗരത്തിലെ തന്നെ ഏറ്റവും വലിയ ബിസിനസ്മാൻ നിതിൻ വർമ്മയായിരുന്നു അതിൽ നിന്നും പുറത്തിറങ്ങിയതും അർജുൻ അവിടെ നിൽക്കുന്നത് അയാൾ ശ്രദ്ധിച്ചു. അർജുനെ കണ്ടതും അയാൾ ആകെ ഒന്ന് ഞെട്ടി. അർജുന്റെ അടുത്തേക്ക് നടന്നു. മിസ്റ്റർ അർജുൻ, നിങ്ങൾ സാറിനെ മനസ്സിലായി? നിതിൻ വർമ്മയെ അറിയാത്തവരായി ആരും ഉണ്ടായിരുന്നില്ല ആ നാട്ടിൽ. പ്രയാഗിക്കും അയാളെ കണ്ട മാത്രയിൽ തന്നെ മനസ്സിലായി. പക്ഷെ അയാൾ അർജുനോട് സംസാരിക്കുന്നത് കണ്ട് പ്രയാഗയും ഋഷിയും ഒന്ന് ഞെട്ടി. നിതിൻ വർമ്മയെ പോലുള്ള ഇത്രയും വലിയൊരാൾക്ക് ഈ പിച്ചക്കാരനെ എങ്ങനെ പരിചയം? ഞാനും അത് തന്നെ ആലോചിച്ചുകൊണ്ടിരുന്നത്. നിതിൻ വർമ്മ 5000 കോടിയുടെ ആസ്തിയുള്ള ധനികനാണ്. അയാൾക്ക് ഇവനുമായി എന്താ ഇടപാട്? എനിക്ക് ഉറപ്പാ ഇവൻ അയാളുടെ ഡ്രൈവർ ആയിരിക്കും. ഹലോ, നിങ്ങൾ പെട്ടെന്നൊന്ന് ഇങ്ങോട്ട് വരും, ഇമ്മീഡിയറ്റ്ലി. നിതിൻ വർമ്മയോട് ഇരുന്ന് അവൻ എയർപോർട്ടിനകത്തേക്ക് പോയിട്ടുണ്ട്. പക്ഷെ അകത്ത് പോയി അവൻ എന്താ ചെയ്യാന്ന് മനസ്സിലാവാതെ. ഹായ്, മിസ്റ്റർ നിതിൻ വർമ്മയല്ലേ? സർ, എൻ്റെ പേര് പ്രയാഗ. ഞാൻ നാരങ് ഗ്രൂപ്പിന്റെ CEO. സർ ചോദിക്കുന്നത് കൊണ്ട് ഒന്നും തോന്നരുത്. സർ ഇപ്പോൾ ഇവിടെ നിന്ന് സംസാരിച്ച ആളില്ലേ, ഇപ്പോൾ അകത്തേക്ക് കയറിപ്പോയ അയാളെ സാറിന് എങ്ങനെ പരിചയം? അയാളെ കണ്ടാൽ തന്നെ ഒരു പിച്ചക്കാരനാണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഒരു പിച്ചക്കാരനെ സാർ എങ്ങനെ പരിചയം? യു മീൻ മിസ്റ്റർ അർജുൻ? നിങ്ങളെന്താ ആളെ കളിയാക്കുകയാണോ? അർജുനെയാണോ നിങ്ങൾ പിച്ചക്കാരെന്ന് വിളിച്ചത്? ഇവിടെ നടക്കുന്നൊന്നും നിങ്ങൾ അറിയുന്നില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടാണല്ലോ ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ വിളിച്ചു പറയുന്നത്. ഏതായാലും ഞാൻ പോകുന്നു. നിതിൻ വർമ്മ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് ആലോചിച്ച് ഞെട്ടലോടെ പ്രയാഗ കുറച്ചു നിമിഷം നിന്നു. അതേസമയം അർജുൻ ധൃതിയിൽ എയർപോർട്ടിന്റെ അകത്ത് കടന്നതും അർജുനെ കാത്ത് അർജുന്റെ മാനേജർ ഫ്ലൈറ്റ് ടിക്കറ്റുമായി നിൽക്കുന്നുണ്ടായിരുന്നു. ഇതാ സാറിന്റെ ടിക്കറ്റ്, ഇതാ സാറിന്റെ ഫോൺ. പെട്ടെന്ന് തന്നെ സാർ ഇതുകൊണ്ട് ഗേറ്റ് നമ്പർ 3 മുന്നിലേക്ക് പോകും. സാറിന് മുന്നിൽ അധികം സമയമില്ല, പെട്ടെന്ന് തന്നെ പോകും. താങ്ക് യു. അർജുൻ ഒട്ടും സമയം കളയാതെ തന്നെ 3-ാം നമ്പർ ഗേറ്റിന്റെ മുന്നിലെത്തി. എന്നാൽ അവൻ 3-ാം നമ്പർ ഗേറ്റ് കടന്നതും അവനെതിരെ വന്നൊരാൾ പെട്ടെന്ന് അവനുമായി കൂട്ടിയിടിക്കുകയും അയാൾ താഴെ വീഴുകയും ചെയ്തു. സാർ, നിങ്ങൾ ഓക്കെ അല്ലേ? നിനക്കെന്താ കണ്ണു കണ്ടൂടെ? ഇത് എയർപോർട്ടാണ്, അല്ല നിന്റെ കോളനിയിലെ പാർക്കല്ല. അല്ല, ഈ പിച്ചക്കാരൻ ആരാണ് ഇതിനകത്തേക്ക് കടത്തിവിട്ടത്? സാർ, പെട്ടെന്ന് ഓടി വന്നതുകൊണ്ട് ഞാൻ കണ്ടില്ല. സാർ, എൻ്റെ ഫ്ലൈറ്റിന് സമയമായി, എനിക്ക് പോകണം, പ്ലീസ്. ഏയ്, അവിടെ നിൽക്ക്. എന്നെ ഇടിച്ചിട്ട് നീ ഫ്ലൈറ്റിൽ കയറാൻ പോകുന്നു. 2 മിനിറ്റിനുള്ളിൽ ഞാൻ നിന്നെ ഈ എയർപോർട്ടിൽ നിന്ന് തന്നെ പുറത്താക്കും. നിനക്കറിയില്ല നീ ആരോടാ കളിക്കുന്നതെന്ന്, മനസ്സിലായോടാ? ഏയ്, നീ ആരോടാ കളിച്ചോന്നറിയോടാ? നിനക്കറിയില്ല ഇത് ആരാണെന്ന്? ഇത് പ്രൈം എയർലൈൻസിന്റെ മുതലാളിയാ. സാർ, എനിക്കും പ്രൈം എയർലൈൻസിന്റെ ഫ്ലൈറ്റിലാണ് പോകേണ്ടത്. സാർ പ്ലീസ്, ഞാൻ സാറിനോട് ക്ഷമ ചോദിക്കുന്നു. എനിക്ക് തീരെ സമയമില്ല, എമർജൻസി ആയിട്ട് പോയേ പറ്റൂ, പ്ലീസ്. എമർജൻസി? സാർ, എൻ്റെ ടിക്കറ്റ്. ഏയ്, എനിക്കൊന്ന് കാണും. നിന്നെ പോലുള്ള പിച്ചക്കാരൻ എന്റെ പ്രൈം എയർലൈൻസിൽ എങ്ങനെയാണ് കയറി പോകുന്നത്, മനസ്സിലായോ? സാർ പ്ലീസ്, എൻ്റെ ടിക്കറ്റ്. ഇവന്റെ ടിക്കറ്റ് പിടിക്കേ. പ്ലീസ്, എൻ്റെ ടിക്കറ്റ്. സാർ, അവനെ പിടിച്ചു കേട്ട് ലോക്ക് ചെയ്യവനെ. അനങ്ങാതെ അവിടെ നിൽക്ക്, മനസ്സിലായോടാ? ഏയ്, അവന്റെ ടിക്കറ്റ് കീറിക്കളാ. നിനക്കൊക്കെ ഇത് ഇവിടെ ഇരുന്ന് കണ്ടു നിൽക്കാനേ പറ്റൂ. വാ, നമുക്ക് പോവാം. തന്റെ ടിക്കറ്റ് കീറിക്കളഞ്ഞു എന്ന് തിരിച്ചറിഞ്ഞതും അർജുന്റെ ഭാവം മാറി. അർജുൻ തന്റെ മുഖമുയർത്തി. അതുവരെയില്ലാത്ത ഒരാത്മബലത്തോടെ രാകേഷ് വർമ്മയുടെ ബോഡി ഗാർഡുകളെ അർജുൻ കുടഞ്ഞെറിഞ്ഞു. How dare you? നീ ഇപ്പം എന്താ ചെയ്തതെന്ന് നിനക്കറിയോ? ഒരു എയർലൈൻസിന്റെ മുതലാളിയാണെന്നത് മറ്റുള്ളവരുടെ മെക്കിട്ട് കയറാനുള്ള ലൈസൻസ് ആണെന്ന് നീ കരുതിയോ? 10 മിനിറ്റ്, അടുത്ത 10 മിനിറ്റിനുള്ളിൽ നീ ഈ ചെയ്തതിനെ നീ അനുഭവിക്കാൻ പോവാ, മനസ്സിലായോ നിനക്ക്? അടുത്ത 10 മിനിറ്റിനുള്ളിൽ ഞാൻ അനുഭവിക്കുമെന്ന് ഭയങ്കര ആത്മവിശ്വാസമാണല്ലോ നിനക്ക്. ഓക്കെ,
ഞാൻ ഇവിടെ തന്നെ നിൽക്കാം. നീ എന്താണ് 10 മിനിറ്റിനുള്ളിൽ ചെയ്യാൻ പോകുന്നത് നോക്കട്ടെ. പോടാ. നിന്നെ പോലെ എത്ര എണ്ണത്തിനെ കണ്ടതാണ് ഞാൻ. ഹലോ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. മാസ്റ്റർ അർജുനാണ് സംസാരിക്കുന്നത്. യാത്രക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് പ്രൈം എയർലൈൻസിന്റെ സേവനം താൽക്കാലികമായി റദ്ദ് ചെയ്യപ്പെട്ട വിവരം നിങ്ങളെ ഏവരെയും വ്യസന സമേതം അറിയിക്കുന്നു. ഇതിനെ തുടർന്ന് യാത്രക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടിൽ ഞങ്ങൾ ഖേദം പ്രകടിപ്പിക്കുന്നു. മിസ്റ്റർ, അതോറിറ്റി, ഞാൻ അനുവാദം കൊടുക്കാതെ, എന്നെ മുൻകൂട്ടി അറിയിക്കാതെ എങ്ങനെ ഈ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യാൻ പറ്റും? സർ, ഞങ്ങൾക്ക് മുകളിൽ നിന്നും ഓർഡർ വന്നുകൊണ്ട് ഓർഡർ? സാറിന്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്യണമെന്നാണ് ആ ഓർഡർ. പ്രൈം എയർലൈൻസിന് ഇനി മുതൽ ലൈസൻസ് ഇല്ല എന്നാണ് മുകളിൽ നിന്ന് ലഭിച്ച ഓർഡർ. കൂടുതൽ കാര്യങ്ങൾ എനിക്ക് മുകളിലുള്ളവർ സാറിനോട് സംസാരിക്കും. ഞാൻ പറഞ്ഞില്ലേ 10 മിനിറ്റിനുള്ളിൽ നിങ്ങൾ അനുഭവിക്കുമെന്ന്. നിന്റെ എയർലൈൻ തന്നെ ഇല്ലാതാക്കി, തന്നെ ഒന്നും അല്ലാതെയാക്കി. പക്ഷേ നീ ഒരു സാധാരണക്കാരനല്ലേ? നിനക്ക് എങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു? ഞാൻ കോടികളുടെ ആസ്തിയുള്ള ആളാണ്. എന്റെ കയ്യിൽ പവറുണ്ട്. അങ്ങനെ ഒരു എയർലൈൻ കമ്പനിയെ പെട്ടെന്ന് നിരോധിക്കണമെങ്കിൽ പ്രധാനമന്ത്രിയുടെ പ്രത്യേക ഓർഡർ അടക്കം വേണം. പക്ഷെ ഒരൊറ്റ കോൾ കൊണ്ട് നീ എങ്ങനെ? ഇപ്പം നിന്റെ എയർലൈൻ മാത്രമേ ബാൻ ചെയ്തിട്ടുള്ളൂ. പക്ഷെ നീ നിന്റെ ഫ്രോഡ് പണി ചെയ്തുണ്ടാക്കിയ കള്ളപ്പണമില്ലേ സ്വിസ് ബാങ്കിൽ നിക്ഷേപിച്ചത്? എന്താ മറന്നുപോയോ? എന്നാ അത് നീ മറന്നേക്ക്. എനിക്ക് എമർജൻസി ആയിട്ട് പോവേണ്ടതുകൊണ്ട് ഇപ്പം ഇത്രയും മതി. നീ എൻ്റെ കൈ അകലത്ത് തന്നെ കണ്ടാ താൻ വിവരം അറിയും. സാറിന് US പോകേണ്ടത് വളരെ അത്യാവശ്യമാണെങ്കിൽ ഞാൻ സാറിനൊരു പ്രൈവറ്റ് ജെറ്റ് അറേഞ്ച് ചെയ്ത് തരാം. നമുക്കിപ്പോൾ തന്നെ പോവാം. പ്രൈവറ്റ് ജെറ്റ്? അപ്പോ അതിനർത്ഥം ഇവനൊരു സാധാരണക്കാരനല്ല, ഇവൻ വളരെ പവർഫുൾ ആയ ആരോ ആണ്. ഒന്ന് നിൽക്ക്, നിന്റെ പേരെന്താണ്? നീ ആരാണ്? ഓഗോ, സോറി എന്നോട് ക്ഷമിക്കൂ സാർ. എനിക്ക് സാറിനെ മുൻപ് മനസ്സിലായിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായും ഞാൻ തന്നെ നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രൈവറ്റ് ജെറ്റ് അറേഞ്ച് ചെയ്ത് തന്നെ. പ്ലീസ് ഫോർഗീവ് മീ സാർ. പിന്നെ ഞാനിനി ഒരിക്കലും ഈ തെറ്റ് ആവർത്തിക്കില്ല. നിന്റെ എയർലൈൻസ് പോലും ഇനി ഇല്ലല്ലോ, പിന്നെ എങ്ങനെ നിനക്ക് ഈ തെറ്റ് ആവർത്തിക്കാൻ പറ്റും? സാർ, പക്ഷെ അപ്പോഴായിരുന്നു അർജുന് US നിന്നും ഒരു കോൾ വന്നത്. ഹലോ അർജുൻ സാർ ഇപ്പൊ US വരേണ്ട ആവശ്യമില്ല. ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. വലിയ മുതലാളി ഇപ്പോൾ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ മുതലാളിയും കൊണ്ട് ഇന്ത്യയിലേക്ക് വരാം. താങ്ക് ഗോഡ്. ഞാൻ ആകെ പേടിച്ചു പോയിരുന്നു. കാര്യങ്ങൾ അപ്പോൾ പിന്നെ അറിയിക്കണം കേട്ടോ. ഓക്കെ സാർ. ടെൻഷൻ ഒഴിഞ്ഞ ആശ്വാസത്തിൽ അർജുൻ ഉടനെ തന്നെ തന്റെ ഭാര്യയുടെ വീടായ നരംഗ് മാൻഷനിലെത്തി. അർജുൻ അവിടെ സ്ഥിരമായി ചെയ്യുന്ന പോലെ ചുറ്റും നടക്കുന്ന മറ്റു കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ തന്റെ ഭാര്യയ്ക്ക് ഭക്ഷണവും കൊണ്ട് അവളുടെ ഓഫീസിലേക്ക് പോയി. ഗുഡ് മോർണിംഗ് ഉമ്മ മാഡം. ഇന്ന് നിങ്ങളെ കാണാൻ വളരെ ഭംഗിയുണ്ടല്ലോ. ഗുഡ് മോർണിംഗ് മാഡം. എന്തു പറ്റി? എന്തെല്ലാവരും ടെൻഷനോടെ ഇരിക്കുന്നത്? നീ ഫുൾ ടൈം വീട്ടിലെ ജോലി ചെയ്തിരിക്കുന്ന അല്ലാതെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയുന്നില്ലേ? ന്യൂസ് ഒന്നും കാണുന്നില്ലേ? ഇത്രയും വലിയ ബിസിനസ് കുടുംബത്തിലെ മരുമകനായിട്ടും നീ ബിസിനസിനെ പറ്റി ഒന്നും ശ്രദ്ധിക്കാറില്ലേ? എന്താ സംഭവിച്ചത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ദാ നോക്ക്, ഋഷി പ്രയാഗയുടെ ബിസിനസ് പാർട്ണറാണ്. ഋഷിക്ക് പ്രയാഗയെ കല്യാണം കഴിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും പ്രയാഗയുടെ മുത്തശ്ശൻ മരിക്കുന്നതിന് മുൻപായി റോഡരികിൽ കച്ചവടം ചെയ്യുന്ന സാധാരണക്കാരനായ അർജുനെ കൊണ്ട് പെട്ടെന്ന് തന്നെ അവളെ വിവാഹം കഴിപ്പിക്കുകയായിരുന്നു. അവൻ വെറുമൊരു തട്ടുകട നടത്തുന്ന ഒരു സാധാരണക്കാരനായിരുന്നു. അതിനുശേഷം പ്രയാഗയുടെ അച്ഛൻ മഹാദേവൻ ആ കമ്പനി ഏറ്റെടുക്കാൻ ശ്രമിച്ചെങ്കിലും അയാൾക്ക്
കമ്പനിയെ നല്ല രീതിയിൽ നോക്കി നടത്താൻ കഴിഞ്ഞില്ല. കമ്പനി കനത്ത നഷ്ടത്തിലേക്ക് വീണത് മഹാദേവനെ ആകെ തളർത്തി. അയാൾ രോഗശയ്യയിലായി. അതുകൊണ്ട് തന്നെ പ്രയാഗയ്ക്ക് ചെറുപ്രായത്തിലെ തന്നെ ബിസിനസ് ഏറ്റെടുക്കേണ്ടി വന്നു. ഇതേസമയം ഋഷി തന്റെ അച്ഛന്റെ സുഹൃത്തായ ശേഖരൻ അങ്കിളിനെ കൊണ്ട് നഷ്ടത്തിലായ കമ്പനിയെ സഹായിക്കാനുള്ള റിക്വസ്റ്റ് നടത്താനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. എന്നാൽ സർക്കാരിൽ നിന്നുള്ള ടെൻഡർ ലഭിക്കാത്തതുകൊണ്ട് കമ്പനി തകരുന്നു എന്ന വാർത്ത പരന്നപ്പോൾ അയാളും ആ ഉദ്യമത്തിൽ നിന്നും പിന്മാറി. പ്രയാഗ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു. അവൾക്ക് ഏത് വിധേനയും ഈ കമ്പനിയെ രക്ഷിച്ചേ മതിയാകുമായിരുന്നുള്ളൂ. ടെൻഡർ നമുക്ക് കിട്ടാത്തതുകൊണ്ട് തന്നെ നമ്മുടെ മിക്ക ഇൻവെസ്റ്റേഴ്സും പിന്മാറി. മാഡി ബാലൻസ് ഷീറ്റ് നോക്ക്, ഇതിലൊന്നുമില്ല. അവർക്ക് ഇനി ഒരിക്കലും നമ്മുടെ മുകളിൽ വിശ്വാസം ഉണ്ടാവില്ല. ഇങ്ങനെ പോവുകയാണെങ്കിൽ കമ്പനി ഉടനെ തന്നെ അടച്ചുപൂട്ടേണ്ടി വരും. ഇല്ല, ഒരിക്കലുമില്ല. അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. ഈ കമ്പനി ഇത് വെറും കമ്പനിയല്ല. എന്റെ മുത്തശ്ശൻ അദ്ദേഹത്തിന്റെ രക്തവും വിയർപ്പും കൊടുത്ത് കെട്ടിപ്പടുത്തതാ നാരങ് ഗ്രൂപ്പ്. മാത്രമല്ല, നമ്മുടെ രാജ്യത്ത് മാത്രമല്ല, വിദേശത്തും നമുക്കൊരു പേരും പെരുമയുണ്ട്. ഇതെന്റെ മുത്തശ്ശന്റെ സ്വപ്നമായിരുന്നു. ചെറിയൊരു തെറ്റിന്റെ പേരിൽ ഈ കമ്പനി അടച്ചുപൂട്ടാൻ, എന്റെ മുത്തശ്ശന്റെ സ്വപ്നം തകർക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. വി ഹാവ് ടു ഡു സംതിങ്. എനിക്ക് ഈ കമ്പനി നഷ്ടപ്പെടുത്താൻ കഴിയില്ല. എനിക്ക് വേറെ മാർഗമില്ല. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യ് പ്ലീസ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടാവില്ലേ? എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കാണാൻ പറ്റില്ലേ? ആരെങ്കിലും ഒരു വഴി പറയൂ പ്ലീസ്. പ്രയാഗ മോളുടെ മുത്തശ്ശന്റെ സമയത്ത് നമ്മൾ അസോസിയേറ്റ് ചെയ്തൊരു കമ്പനി ഉണ്ടായിരുന്നു. അവരുടെ കൂടെ ചേർന്ന് നമ്മൾ ബിസിനസ് ചെയ്തിരുന്നു. പക്ഷെ പിന്നീട് ഋഷിയുടെ ഒക്കെ നിർദ്ദേശപ്രകാരം നമ്മൾ അവരുമായി ചേർന്ന് ബിസിനസ് ചെയ്യുന്നത് നിർത്തി. എന്നാൽ മോളൊരു വാക്ക് പറയുകയാണെങ്കിൽ നമുക്ക് വീണ്ടും അത് ആലോചിക്കാവുന്നതാണ്. നോ, എനിക്ക് ഒരിക്കലും അതൊരു നല്ല ഓപ്ഷനായിട്ട് തോന്നുന്നില്ല. അത് വേണ്ട. മാത്രമല്ല, ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ അറിയുമ്പോൾ അവർ നമ്മുടെ കൂടെ സഹകരിക്കാനും സാധ്യതയില്ല. നമുക്ക് വേറെ ഓപ്ഷൻസ് നോക്കാം രോഹൻ. നമുക്ക് വേറെ എന്തൊക്കെ ഓപ്ഷൻസാ ഉള്ളതെന്ന് നോക്കാം. ആ സമയം കൊണ്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നാരായണൻ അങ്കിൾ പറഞ്ഞത് ഋഷി ഒട്ടും ചെവിക്കൊണ്ടില്ല. നാരായണൻ പ്രയാഗയുടെ മുത്തശ്ശന്റെ വിശ്വസ്തനായിരുന്നു. എന്നാൽ ഇന്ന് അദ്ദേഹത്തെ പേരിന് മാത്രമുള്ള ഒരു കമ്പനി അഡ്വൈസറായി ഒതുക്കിയിരിക്കുകയാണ്. നാരങ് ഗ്രൂപ്പിന്റെ ഷെയർ കൂപ്പുകുത്തി വീഴുന്നത് സാമ്പത്തിക രംഗത്ത് തന്നെ ആകെ ചലനം സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇനി ഒരിക്കലും തിരിച്ചുവരാൻ പറ്റാത്ത വീഴ്ച എന്ന നിലയിലാണ് വിദഗ്ധർ ഇതിനെ നോക്കിക്കാണുന്നത്. യെസ് മാഡം. ഞാൻ ഫയലുമായിട്ട് ഇപ്പൊ തന്നെ അവിടേക്ക് വരാം മാഡം. പ്രയാഗ എവിടെ ഉള്ളത്? അർജുൻ, നീ വേഗം വീട്ടിലേക്ക് വെക്കോ. എനിക്ക് അർജന്റായിട്ട് ഈ ഫയൽ മാഡത്തെ ഏൽപ്പിക്കാനുള്ളതാ. മാഡം, എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ പ്രയാഗയെ കണ്ടേ പറ്റൂ. അത്രയ്ക്ക് അത്യാവശ്യമുള്ള ഒരു കാര്യത്തിന് പ്ലീസ്. അർജുൻ, വേഗം വീട്ടിൽ പോവാൻ നോക്ക്. മേഡം എങ്ങോട്ടാ പോകുന്നത്? മീറ്റിംഗ് റൂമിലേക്ക്. ഉമ മീറ്റിംഗ് റൂമിനകത്തേക്ക് പോയതും അവരുടെ പിന്നാലെ തന്നെ അർജുനും ആ റൂമിന്റെ അകത്ത് കടന്നു. എന്നാൽ അർജുനെ അവിടെ കണ്ടതും അവിടെ ഇരുന്നവരുടെ മുഖം മാറി. അവർക്കാർക്കും അതിഷ്ടപ്പെട്ടില്ല. പ്രയാഗ, നിന്റെ ഇപ്പോഴത്തെ പ്രശ്നത്തെ പറ്റി ഒരു കാര്യം എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. അത്യാവശ്യം. അർജുൻ, ഞാൻ ആകെ ടെൻഷനില്ല. എനിക്ക് ഈ മീറ്റിംഗ് വളരെ പ്രധാനപ്പെട്ടതാ. നിന്നോട് തമാശ പറഞ്ഞിരിക്കാൻ എനിക്കിപ്പോ സമയമില്ല. വേഗം പോവാൻ നോക്ക്. വെറും 5 മിനിറ്റ് മാത്രം മതി പ്രയാഗ. വെറും 5 മിനിറ്റ്. നിന്റെ ഇത്തരം ലൂസ് ടോക്കിന് തരാൻ എന്റെ കയ്യിൽ 5 മിനിറ്റ് ഇല്ല. 5 മിനിറ്റിനുള്ളിൽ നിന്റെ പ്രശ്നത്തിന്റെ പരിഹാരം ഞാൻ കണ്ടെത്തി തരാം. ഇവിടെ മീറ്റിംഗ് നടക്കുക. സ്വന്തം നിലയും വിലയും ഓർക്കാതെ കേറി വന്നത് കണ്ടില്ലേ തെണ്ടി. ഇനി മേല കമ്പനി കാര്യങ്ങളിൽ ചുമ്മാ കയറി എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാലുണ്ടല്ലോ ഓടാ. ആദ്യം ഇവനെ ഇവിടെ നിന്നും പിടിച്ച് പുറത്താക്കും. ഇവൻ കാരണം ഇതെല്ലാം സംഭവിച്ചത്. പ്രയാഗ, നീ എന്തെങ്കിലും ഒന്ന് ചെയ്യ് പ്ലീസ്. സെക്യൂരിറ്റി, ഇവനെ പിടിച്ച് പുറത്താക്ക്. സർ, ഇത് ഞാൻ നോക്കിക്കോളാം. സാർ മീറ്റിംഗിന്റെ അടുത്തേക്ക് വെക്കും. വിട്. മാഡം, സാർ ഇയാളെ പിടിച്ച് പുറത്താക്കാനാ പറഞ്ഞു. ഇദ്ദേഹത്തെ വിടാനാ ഞാൻ പറഞ്ഞത്. നിങ്ങളെന്താ ഒരു കള്ളനെ പിടിച്ചു കിട്ടിയ പോലെ? ഇത് പ്രയാഗ മാഡത്തിന്റെ ഹസ്ബൻഡാ, നാരങ് ഗ്രൂപ്പിന്റെ അവകാശികളിൽ ഒരാള്. എന്താ അത് നിങ്ങൾ മറന്നുപോയോ? താങ്ക് യു മാഡം. മാഡം ഉള്ളതുകൊണ്ടാണ് ഈ കമ്പനി ഇങ്ങനെയെങ്കിലും മുന്നോട്ട് പോകുന്നത്. 5 മിനിറ്റിനുള്ളിൽ നിന്റെ പ്രശ്നത്തിന്റെ പരിഹാരം ഞാൻ കണ്ടെത്തി തരാം. അർജുൻ അകത്തു നിന്നും പറഞ്ഞ കാര്യം ഓർമ്മ വന്ന ഉമാ മാഡം അർജുനെയും കൊണ്ട് ഓഫീസിന്റെ മുകളിലേക്ക് പോയി. അർജുൻ, നീ എന്താ അകത്തു നിന്ന് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്? നിനക്ക് കമ്പനിയെ രക്ഷിക്കാൻ കഴിയുമെന്നോ? എങ്ങനെ? കമ്പനിയെ എങ്ങനെ രക്ഷിക്കാൻ കഴിയുന്നതിനെ പറ്റി ഇപ്പൊ എനിക്ക് നിങ്ങളോട് തുറന്നു പറയാൻ പറ്റില്ല മാഡം. പക്ഷേ എനിക്ക് മാഡത്തിന്റെ കയ്യിൽ നിന്നും ചില ഹെൽപ്പ് ആവശ്യമുണ്ട്. എനിക്ക് കമ്പനിയെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് വേണം. എന്ത് ഡീറ്റെയിൽസ്? എനിക്ക് ഷെയർ ഹോൾഡേഴ്സിനെ പറ്റിയും ഇൻവെസ്റ്റേഴ്സിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് വേണം. പിന്നെ ബാലൻസ് ഷീറ്റ് കാണണം. ബാക്കി കാര്യങ്ങൾ അത് കഴിഞ്ഞ ശേഷം പറയാം. അകത്ത് എന്ത് തന്നെ നടന്നാലും അവിടെയുള്ള ഒരു സ്റ്റാഫ് നിന്നെ സഹായിക്കാൻ തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഒരാളുണ്ട്, അയാൾക്ക് ഒരുപക്ഷെ നിങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞേക്കും. പക്ഷേ നിനക്കത് ഓക്കെ ആണെങ്കിൽ മാത്രം. ആരാള്? നാരായണൻ സർ. ഐ തിങ്ക് ഹി ക്യാൻ ഹെൽപ്പ് യു. അദ്ദേഹം പ്രയാഗയുടെ മുത്തച്ഛന്റെ വളരെ അടുത്ത ആളായിരുന്നു. പക്ഷേ എപ്പോ ഋഷിയാവോ ഓഫീസിൽ കാലുകുത്തിയോ അന്ന് തൊട്ട് അവൻ അദ്ദേഹത്തെ ഒതുക്കി.
അദ്ദേഹം ഒരു ചെയിൻ സ്മോക്കറാ. ഓരോ മണിക്കൂറിലും അദ്ദേഹം ഇവിടേക്ക് പുക വലിക്കാൻ വേണ്ടി വരും. നീ അദ്ദേഹത്തെ കാത്ത് ഇവിടെ തന്നെ നിന്നോ. എങ്ങനെയെങ്കിലും അദ്ദേഹത്തോട് സംസാരിക്കാൻ ശ്രമിക്കൻ, കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കൻ. ഞാൻ തിരിച്ചു പോട്ടെ, ഒത്തിരി ജോലി ബാക്കിയുണ്ട്. ഓക്കെ. അർജുൻ അവിടെ തന്നെ നാരായണൻ സാർ വരുന്നത് നോക്കി നിന്നു. അതേസമയം തന്നെ അർജുൻ തന്റെ ഫോണിലായി ആരെയോ വിളിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. വിപിൻ വർമ്മ സർ, ഹൗ ആർ യു? എനിക്ക് സാറിനെ ഒന്ന് കാണാൻ പറ്റിയത് തന്നെ സന്തോഷമുള്ള കാര്യമായിരുന്നു. ഇപ്പോൾ സാറിൻ്റെ കോൾ കൂടി വന്നപ്പോൾ ഇരട്ടി സന്തോഷം. പറയൂ സർ. വിപിൻ സാർ, എനിക്ക് ചില ആവശ്യങ്ങളുണ്ട്. എന്താണെങ്കിലും തന്നെ മടിക്കാതെ പറഞ്ഞു സർ, ഞാനില്ലേ. സാർ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യും. എന്നിട്ട് എന്നെ വിളിക്കും. ശരി, ബൈ. നാരായണൻ അങ്കിൾ, PJ ഗ്രൂപ്പും നാരായൺ ഗ്രൂപ്പും തമ്മിലുള്ള മെർജിങ് നമുക്ക് സാധ്യമാക്കാവുന്നതല്ലേ ഉള്ളൂ. PJ ഗ്രൂപ്പ് നിനക്കെങ്ങനെയാ ഈ വിവരങ്ങളൊക്കെ അറിയുക? PJ ഗ്രൂപ്പ് മുമ്പ് നമ്മൾ അസോസിയേറ്റ് ചെയ്തിരുന്ന കമ്പനിയാ. നിനക്കിതിനെ പറ്റിയൊക്കെ എന്തറിയാം? എന്നാൽ അതിനുശേഷം അർജുൻ സംസാരിച്ച കാര്യങ്ങൾ കേട്ട് നാരായണൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടുകയായിരുന്നു. ഉടൻ തന്നെ തന്റെ സിഗരറ്റ് തിരികെ വച്ച് നാരായണൻ അർജുനെയും കൊണ്ട് കോൺഫറൻസ് റൂമിലേക്ക് പോയി. ഈ പിച്ചക്കാരൻ തണ്ടി വീണ്ടും എന്തിനാ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്ന്? സൂക്ഷിച്ച് സംസാരിക്കുക ഋഷി. പ്രയാഗമോളെ, അർജുന് പറയാനുള്ളത് എന്താണെന്ന് നമ്മളെല്ലാവരും കേൾക്കണം. ഇവന് നമ്മളോടെന്തോ പറയാനുണ്ട്. ഇവന്റെ കയ്യിലൊരു പരിഹാരമുണ്ട്. പരിഹാരോ? തെരുവിൽ കച്ചവടം ചെയ്യുന്ന ഇവന്റെ കയ്യിലോ? ഋഷി, നിന്റെ പ്രായത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് എനിക്ക് കമ്പനിയിലുണ്ട്, അത് നീ മറക്കരുത്. നാരായണൻ അങ്കിൾ അങ്ങനെ പറയുന്നത് കേട്ടതും പ്രയാഗ എന്തോ ഓർത്തു. അവൾക്ക് തന്റെ മുത്തശ്ശൻ മുൻപ് പറഞ്ഞ ചില കാര്യങ്ങൾ ഓർമ്മ വന്നു. പ്രയാഗമോളെ, അർജുൻ നിനക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ജീവിത പങ്കാളിയായിരിക്കും. പിന്നെ ഒരു കാര്യം എപ്പോഴും ഓർമ്മയിൽ വെക്കുക, നിനക്കൊരു പ്രശ്നം വരുമ്പോ, നമ്മുടെ കമ്പനിക്കൊരു പ്രശ്നം വരുമ്പോ വേറെ ആരും കൂടെ നിന്നില്ലെങ്കിലും അർജുൻ നിന്റെ കൂടെ നിൽക്കും. അർജുന് നിന്നെ സഹായിക്കാൻ കഴിയും. നിങ്ങൾ എന്തായി പറഞ്ഞു വരുന്നേ? എല്ലാവരും ഒന്നും മിണ്ടാതിരിക്കെ, കുറച്ച് സമാധാനം തരൂ. ഋഷി, നിന്നോട് കൂടിയാ. ഇപ്പോഴും ഈ കമ്പനിയുടെ മേധാവി ഞാനാ. തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരവും എനിക്കാ. ഞാൻ അത് എടുക്കുകയും ചെയ്യും. അർജുൻ, നിനക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാ പറയും. വരൂ അർജുൻ, ഇവിടെ ഇരിക്കൂ. എല്ലാത്തിനും മുമ്പ് എനിക്ക് കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെയും ഇൻവെസ്റ്റേഴ്സിൻ്റെയും ഡീറ്റെയിൽസ് വേണം. ബാലൻസ് ഷീറ്റ് കാണണം. അതിനുശേഷം മാത്രമേ എന്തെങ്കിലും പറയാൻ കഴിയും. പ്രയാഗ, ഇത് ഭയങ്കര ഓവറാണ്. നമ്മൾ എന്തിനാ ഇയാളോട് നമ്മുടെ കമ്പനി ഡീറ്റെയിൽസ് ഒക്കെ ഷെയർ ചെയ്യുന്നത്? അർജുൻ, ലാപ്ടോപ്പ് കൊടുക്ക് പ്ലീസ്. പ്രയാഗ, നീ പട്ടിക്കൊക്കെ. ഋഷി, നിന്റെ ബോസിന്റെ ഹസ്ബൻഡിനെ കുറിച്ചാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന കാര്യം നീ മറന്നു പോരുത്. ഇനി ഒരു തവണ കൂടി നീ ഇങ്ങനെ സംസാരിക്കാൻ ഇടവരരുത്, മനസ്സിലായോ? 2 വർഷം മുൻപായിരുന്നു ഇത്രയും കരുതലുള്ളൊരു പ്രയാഗയെ അർജുൻ അവസാനമായി കണ്ടത്. പ്രയാഗയുടെ സംസാരം കേട്ടതും അർജുന്റെ മുഖം വിടർന്നു. അർജുൻ, കണ്ടിന്യൂ ചെയ്തോളൂ. ബാലൻസ് ഷീറ്റിലെ ചില ട്രാൻസാക്ഷൻസിൽ എനിക്ക് ചില സംശയങ്ങളുണ്ട്. ഇൻവെസ്റ്റേഴ്സ് ഈ രീതിയിൽ കമ്പനിയിൽ നിന്ന് പോകുന്നതിന് മൊത്തത്തിൽ ഒരു അസ്വാഭാവികതയുണ്ട്. എവിടെയോ എന്തൊക്കെയോ ചില പ്രശ്നങ്ങളുണ്ട്. ഇവൻ എന്തൊക്കെയാ പറയുന്നത്? വായിൽ തോന്നുന്നത് എന്തോ അങ്ങോട്ട് വിളിച്ചു പറയാനാണോ? ചുമ്മാ ഓർന്ന് വിളിച്ച് പറയാൻ നിൽക്കരുത്. നഷ്ടപ്പെട്ട ഷെയർ എങ്ങനെ തിരിച്ചു പിടിക്കാന്ന് പറ. നമ്മൾ നമ്മുടെ കമ്പനിയുടെ മുഴുവൻ ഷെയറുമാണ്. സിമ്പിൾ. അടിപൊളി. ഇതുവരെ ആരും പറയാതെ കിടിലൻ ഐഡിയ. നീ എന്താണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്? രോഹൻ, അല്ല, ഇവരെന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? നമുക്കെന്താ ആ വഴിയെ പറ്റി അറിയാനാണോ? ദേഷ്യപ്പെടാതെ അർജുൻ. നമ്മുടെ കയ്യില് എവിടെ നിന്ന് അത്രയും പണം? ഒരു മിനിറ്റ്, വെറും 1 മിനിറ്റ്. ഇത്രയും പറഞ്ഞുകൊണ്ട് അർജുൻ അവിടെ നിന്നും എഴുന്നേറ്റു. ശേഷം തന്റെ ഫോൺ എടുത്ത് ഒരു നമ്പറിലേക്ക് ഡയൽ ചെയ്തു. എന്നാൽ ഫോണിൽ അർജുൻ സംസാരിക്കുന്ന കാര്യം കേട്ട് അവിടെയുള്ളവരെല്ലാം ഞെട്ടിത്തരിക്കുകയായിരുന്നു. ഋഷിക്കും രോഹനും അത് തീരെ ഉൾക്കൊള്ളാനോ വിശ്വസിക്കാനോ കഴിഞ്ഞില്ല. മിസ്റ്റർ ഗോവിന്ദ്, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ആദ്യത്തെ കാര്യം, PJ ഗ്രൂപ്പിൽ നിന്നും നാരൻ ഗ്രൂപ്പിലേക്ക് $5000 കോടി ട്രാൻസ്ഫർ ചെയ്യണം. രണ്ടാമത്തെ കാര്യം, PJ ഗ്രൂപ്പും നാരൻ ഗ്രൂപ്പും മെർജ് ചെയ്യണം. പിന്നെ അവസാനത്തെ കാര്യം, കപൂർ ഗ്രൂപ്പിന്റെ മുഴുവൻ ഷെയറുകളും വാങ്ങണം ഇപ്പൊ തന്നെ. അർജുൻ ഇത്രയും വലിയ കാര്യങ്ങൾ സംസാരിക്കുന്നത് കേട്ട് പ്രയാഗ ഒന്ന് ഞെട്ടി. വീട്ടിൽ അടുക്കള ജോലി ചെയ്യുന്ന തന്റെ ഭർത്താവ് PJ ഗ്രൂപ്പ് പോലെയുള്ള ഒരു വമ്പൻ കമ്പനിയുമായി തന്റെ കമ്പനിയെ മെർജ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞത് പ്രയാഗയ്ക്ക് ഒട്ടും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പ്രയാഗ അർജുനോടായി ചോദിച്ചു, അർജുൻ, സത്യത്തിൽ നീ ആരാ?
ബ്രേക്കിംഗ് ന്യൂസ്. ഇത് ഒരു അത്ഭുത വാർത്ത. നിങ്ങൾക്ക് മുന്നിൽ എക്സ്ക്ലൂസീവായി PJ ഗ്രൂപ്പ് എന്ന ബിസിനസ് രംഗത്തെ അതികായർ നാരംഗ് ഗ്രൂപ്പുമായി മെർജ് ചെയ്യാൻ പോകുന്നതായി വാർത്ത. ഈ മെർജിങ്ങോടുകൂടി തകർച്ചയിലായിരുന്ന നാരംഗ് ഗ്രൂപ്പ് ബിസിനസ് രംഗത്ത് 1ാം സ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ്. ഇതോടുകൂടി നാരംഗ് ഗ്രൂപ്പിന്റെ ഷെയർ പ്രൈസുകൾ കുത്തനെ ഉയർന്നിരിക്കുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ കമ്പനികളിലൊന്നായ PJ ഗ്രൂപ്പുമായാണ് ലയിക്കുന്നത് എന്നത് നാരംഗ് ഗ്രൂപ്പിന്റെ തലവര തന്നെ മാറ്റിമറിച്ചിരിക്കുകയാണ്. പ്രയാഗയ്ക്ക് തന്റെ ചോദ്യത്തിന്റെ ഉത്തരം അർജുനിൽ നിന്നും ലഭിച്ചു. യഥാർത്ഥത്തിൽ എന്തൊക്കെ രഹസ്യങ്ങളാണ് അർജുന് പിന്നിൽ മറഞ്ഞിരിക്കുന്നത്? PJ ഗ്രൂപ്പും അർജുനും തമ്മിലുള്ള ബന്ധം എന്താണ്? റോഡരികിൽ കച്ചവടം ചെയ്യുന്ന സാധാരണക്കാരനായ അർജുൻ നരംഗ് ഗ്രൂപ്പിന് ഒരു നിമിഷം കൊണ്ട് $5000 കോടി ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. തെരുവിൽ കച്ചവടം ചെയ്യുന്ന ഒരു സാധാരണക്കാരന് എങ്ങനെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികളിൽ ഒന്നായ PJ ഗ്രൂപ്പിനെ നരംഗ് ഗ്രൂപ്പുമായി മെർജ് ചെയ്യാൻ സാധിച്ചത്? അന്നും അർജുന്റെ ജ്യൂസ് കടയിൽ നല്ല തിരക്കുള്ളൊരു ദിവസമായിരുന്നു. തന്റെ തൊഴിലാളികളോടൊപ്പം അവനും കസ്റ്റമേഴ്സിന് ജ്യൂസ് എടുത്തു കൊടുക്കുന്നുണ്ട്. സ്വതവേ സന്തോഷത്തോടെ കാണപ്പെടാറുള്ള അർജുൻ അന്ന് അല്പം അസ്വസ്ഥനായിരുന്നു. കുറച്ച് ദിവസങ്ങളായി തന്നെ ആരോ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് അവന് തോന്നിയിരുന്നു. അന്ന് കുറച്ചു മുൻപാണ് തന്റെ കടയുടെ മുൻപിൽ പാർക്ക് ചെയ്ത ഒരു കറുത്ത കാറിൽ നിന്ന് 2 പേർ കടയിലേക്ക് തന്നെ നോക്കി നിൽക്കുന്നുണ്ടെന്ന് അവന് മനസ്സിലായത്. ആരായിരിക്കും അവർ? അവരുടെ ലക്ഷ്യം എന്തായിരിക്കും എന്ന ചിന്തയിലിരിക്കെയാണ് ക്ലോക്കിൽ 4 മണി ആയതിന്റെ ബെൽ മുഴങ്ങിയത്. പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ അവൻ കട തന്റെ തൊഴിലാളികളെ ഏൽപ്പിച്ച് അവിടെ നിന്ന് ഇറങ്ങി. അതേസമയം തന്നെ ആ കാറിന്റെ വിൻഡോ ഗ്ലാസ് ഉയരുന്നതും ആരോ കാർ സ്റ്റാർട്ട് ചെയ്യുന്നതും അവൻ ശ്രദ്ധിച്ചു. താൻ സംശയിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ നടക്കാൻ പോകുന്നതെന്ന് ഏതാണ്ട് അവന് മനസ്സിലായി. തന്റെ നടത്തത്തിന്റെ വേഗത അവൻ വർദ്ധിപ്പിച്ചു. അവൻ എടുത്തുവെക്കുന്ന ഓരോ ചുവടിലും കാൽക്കീഴിൽ നിന്ന് ഒരു ഫ്ലാഷ് ലൈറ്റ് ഭൂമിയിലേക്ക് പതിക്കുന്നുണ്ടായിരുന്നു. ആകാശത്തു നിന്നുള്ള പ്രകാശം അവന്റെ മേൽ പതിച്ച് ഒരു വൃത്തം പോലെ കറങ്ങുന്നു. കടയിൽ നിന്ന് കുറച്ചകലെ ആളൊഴിഞ്ഞ ഒരു സ്ട്രീറ്റിലെത്തിയതും അവന്റെ വഴിക്ക് കുറുകെ ഒരു ആഡംബര കാർ വന്ന് സഡൻ ബ്രേക്ക് ഇട്ടു. വീഴാതിരിക്കാൻ അവൻ പെട്ടെന്ന് സ്വയം നിയന്ത്രിച്ചു നിന്നു. അരിച്ചു വന്ന ദേഷ്യം കടിച്ചമർത്തി അവൻ അവിടെ നിന്നും മാറി റോഡരികെ ചേർന്ന് നടക്കാൻ തുടങ്ങി. അതേ നിമിഷം തന്നെ മറുവശത്ത് നിന്ന് മറ്റൊരു കാർ കൂടി വന്ന് അർജുനെ തടഞ്ഞു. അവൻ ദേഷ്യം കൊണ്ട് തന്റെ മുഷ്ടി ചുരുട്ടി നിന്ന സമയം ആ കാറിൽ നിന്ന് ഒരു വൃദ്ധൻ ഇറങ്ങി. അയാൾ അർജുന്റെ അടുത്തേക്ക് എത്തിയതും തൊട്ടടുത്ത കുറ്റിക്കാട്ടിൽ നിന്നൊരു പാമ്പ് വൃദ്ധന്റെ മേൽ ചാടി വീണു. അത് കണ്ട് അർജുൻ പാമ്പിനെ രൂക്ഷമായി നോക്കിയതും അത് അതിവേഗം പിൻവാങ്ങി. പെട്ടെന്നുണ്ടായ ഈ സംഭവത്തിൽ ഭയന്നു വിറച്ച വൃദ്ധൻ അല്പനേരം കൊണ്ട് സമനില വീണ്ടെടുത്തു. അർജുൻ മാറി നടക്കാൻ തുടങ്ങിയതും അയാൾ ധൃതിയിൽ ചെന്ന് അവനെ തടഞ്ഞു. അർജുൻ, നിനക്ക് എവിടെയാ പോവേണ്ടത്? ഞാൻ നിന്നെ അവിടെ എത്തിക്കാം, വാ. അയാൾ അവനോട് പറഞ്ഞു. താങ്ക്സ് ഫോർ യുവർ കൺസിഡറേഷൻ, ബട്ട് എനിക്ക് അതിന്റെ ആവശ്യമില്ല. അർജുൻ അയാളെ അവഗണിച്ച് വീണ്ടും മുന്നോട്ട് നടക്കാനാഞ്ഞപ്പോൾ 2 കാറുകൾ കൂടി അവന് മുന്നിലായി വന്നു നിന്നു. അത് കണ്ടതും അവൻ അയാളെ ദേഷ്യത്തോടെ തിരിഞ്ഞു നോക്കി. നിന്റെ മുന്നിൽ വേറെ വഴികളില്ല മിസ്റ്റർ അർജുൻ കാർത്തികേയൻ. അർജുന്റെ മുഖഭാവം കണ്ടതും വൃദ്ധൻ ചിരിയോടെ പറഞ്ഞു. ഞാൻ അർജുൻ കാർത്തികേയൻ അല്ല, അർജുൻ സൈരന്ധ്രിയാണ്. കാർത്തികേയന്റെയോ മംഗലത്ത് തറവാടിന്റെയോ ഐഡന്റിറ്റി എനിക്ക് വേണ്ട. അർജുൻ അയാളോട് അലറി. നീ എത്ര നിഷേധിച്ചാലും നിന്റെ ഞരമ്പുകളിൽ ഒഴുകുന്നത് അദ്ദേഹത്തിന്റെ ചോരയാണ്. നീയല്ല, ആരൊക്കെ പറഞ്ഞാലും മംഗലത്ത് തറവാടിന്റെ അവകാശി നീ മാത്രമാണ്. അതീ സ്വാമ്യങ്ങൾ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ നിനക്ക്. വൃദ്ധൻ വീണ്ടും പറഞ്ഞു. ദേ നോക്ക്, ഞാൻ സൈരന്ധ്രിയുടെ മകനാണ്. അവരാണ് എനിക്കെല്ലാം. വേറെ ആരെക്കുറിച്ച് എനിക്ക് അറിയണ്ട. എന്റെ വഴിയിൽ ഒരു തടസ്സവുമായി വരാതിരിക്കുന്നതാണ് നല്ലത് എന്ന് നിങ്ങളെ അയച്ചവരോട് പോയി പറഞ്ഞേക്കേ. അർജുൻ ദേഷ്യത്തോടെ പറഞ്ഞ് മുന്നോട്ട് നടന്നു. അപ്പുറത്തു നിന്ന് ആൾക്കാർ വരുന്നത് ശ്രദ്ധിച്ച് കാറിൽ നിന്ന് ഇറങ്ങിയ കറുത്ത വസ്ത്രക്കാർ അർജുനെ ബലം പ്രയോഗിച്ച് കാറിൽ കയറ്റി. ഹേ, എന്നെ വിട്. നിങ്ങൾ ഇനി എന്നെ എന്തൊക്കെ ചെയ്താലും ഞാൻ അങ്ങോട്ട് വരില്ല. അവർ ആഗ്രഹിക്കുന്നതൊന്നും നടക്കാനും പോകുന്നില്ല. എന്നെ എന്റെ വഴിക്ക് വിട്ടേക്ക്. അർജുൻ മുന്നറിയിപ്പിന്റെ സ്വരത്തിൽ പറഞ്ഞു. ദേഷ്യത്തിന്റെ കാര്യത്തിൽ നീ നിന്റെ അച്ഛന്റെ മോൻ തന്നെ. അർജുൻ പറയുന്നത് മനസ്സിലാക്കാൻ ശ്രമിക്കേ. നിന്നെയും കാത്ത് ഒരു കുടുംബം മുഴുവൻ അവിടെയുണ്ട്. അയാൾ അവനെ സമാധാനത്തോടെ പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കി. നിങ്ങളോട് ഞാൻ ഒരു തവണ പറഞ്ഞു, എന്നെ ആ കുടുംബത്തോടൊപ്പം ചേർത്ത് പറയരുത് എന്ന്. അർജുൻ ദേഷ്യത്തോടെ പറഞ്ഞു. പറയാതിരിക്കാൻ എനിക്ക് കഴിയില്ലല്ലോ. ആ കുടുംബത്തിൽ ഏക അവകാശിയല്ലേ നീ? സ്വാമി വീണ്ടും പറഞ്ഞു. അയാളോട് എന്തു പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ അർജുൻ
മുഖം വെട്ടിച്ചു. എന്തു വന്നാലും ഇന്ന് അവനെ തറവാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകണമെന്ന് അയാൾ മനസ്സിലുറപ്പിച്ചു. നിന്റെ മുത്തശ്ശിനു വേണ്ടി ഒന്ന് അവിടെ വരാൻ കൂട്ടാക്കില്ലേ നീ? 2 വർഷത്തോളമായി അദ്ദേഹം കിടപ്പിലാണ്. കഴിഞ്ഞ ഇത്രയും വർഷങ്ങളിൽ നിന്നെ അന്വേഷിക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടായിട്ടില്ല. നിന്നെ ഇവിടെ കണ്ടെത്തിയെന്നറിഞ്ഞതു മുതൽ നീ മുത്തശ്ശിനെ കാണാൻ വരുന്നതും കാത്തിരിക്കുകയാണ് അദ്ദേഹം. അയാൾ പറഞ്ഞുകൊണ്ട് അവനെ നോക്കി. എന്നെയും എന്റെ അമ്മയെയും ആ വീട്ടിൽ നിന്ന് പുറത്താക്കിയ അന്ന് അവസാനിച്ചിരുന്നു കുടുംബവുമായുള്ള എല്ലാ ബന്ധവും. അർജുൻ പറഞ്ഞു. നിങ്ങളെ അവിടെ നിന്നും പുറത്താക്കാൻ ആർക്കും ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. നിനക്കെല്ലാം അറിയുന്നതല്ലേ മോനെ? അയാൾ വിനയത്തോടെ പറഞ്ഞു. വർഷം 15 കഴിഞ്ഞെങ്കിലും ആ വീട്ടിൽ നടന്നതൊന്നും ഞാൻ മറന്നിട്ടില്ല അങ്കിൾ. ഇന്ന് ഇത്രയും സ്നേഹം കാണിക്കുന്ന ആ മനുഷ്യൻ എന്തേ അന്ന് എന്റെ അമ്മയുടെ കണ്ണുനീർ കണ്ടില്ല? തെറ്റ് ചെയ്തത് സ്വന്തം മകനാണെന്ന് അറിഞ്ഞിട്ടും മോനെ ന്യായീകരിക്കാനല്ലേ നോക്കിയത്? അമ്മ അന്ന് കരഞ്ഞുകൊണ്ട് എന്റെ കയ്യും പിടിച്ചിറങ്ങുമ്പോ ആ ഇറയത്തി തന്നെ ഉണ്ടായിരുന്നു മംഗലത്ത് രാജശേഖരൻ. അർജുൻ പറഞ്ഞു നിർത്തിയതും അയാൾ എന്ത് പറയണമെന്ന് അറിയാതെ നിന്നു. അന്ന് എന്റെ അമ്മയ്ക്കുണ്ടായ അപമാനം നിങ്ങളെല്ലാവരും മറന്നിട്ടുണ്ടാവും. പക്ഷെ ഞാനത് മറന്നിട്ടില്ല. ഇനി ഒരിക്കലും മറക്കാനും പോകുന്നില്ല. എന്റെ അമ്മ അയാളിൽ നിന്ന് വിവാഹമോചനം നേടിയ അന്നു മുതൽ ആ വീടുമായുള്ള എല്ലാ ബന്ധവും ഞാൻ അവസാനിപ്പിച്ചു. അത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നല്ലത്. അർജുൻ അത്യധികം ദേഷ്യത്തോടെ പറഞ്ഞു. ശരിയാണ്, അന്ന് നടന്നതൊന്നും ആർക്കും തിരുത്താൻ കഴിയാത്തതാണ്. അച്ഛനും വീട്ടുകാരുമായുള്ള എല്ലാ ബന്ധവും നീ ഉപേക്ഷിച്ചതുകൊണ്ട് നീ അങ്ങോട്ട് വരുന്നില്ല. പക്ഷേ എന്തിനാണ് നീ പാലക്കൽ തറവാട്ടിലുള്ളവരുടെ ആക്ഷേപവും അപമാനവും സഹിച്ചു നിൽക്കുന്നത്? എന്തിനു വേണ്ടിയാണ് നീ ആ കുടുംബത്തിലെ മരുമകനായി നിന്റെ ലൈഫ് നശിപ്പിക്കുന്നത്? അയാൾ ചോദിച്ചു. അത് കേട്ടതും അർജുൻ ഒരു നിമിഷം നിശബ്ദനായി. ഇതെന്റെ ലൈഫാണ്, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. അതും പറഞ്ഞ് അവൻ കാറിൽ നിന്ന് ഇറങ്ങി അടുത്തു കണ്ട ഓട്ടോയിൽ കയറിപ്പോയി. ഒരു നെടുവീർപ്പിട്ടുകൊണ്ട് സ്വാമി അർജുൻ പോകുന്ന ദിശയിലേക്ക് തന്നെ നോക്കി നിന്നു. എത്ര നേരമായി ഞാൻ വെയിറ്റ് ചെയ്യുന്നു അർജുൻ. എന്താ എത്ര വൈകിയത്? ഇന്നത്തെ ദിവസം എത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ? അവൾ അല്പം ദേഷ്യത്തോടെ ചോദിച്ചു. സോറി, ഞാൻ കൃത്യസമയത്ത് ഇറങ്ങിയതാണ്. പക്ഷെ പ്രതീക്ഷിക്കാത്ത കുറച്ച് കാര്യങ്ങൾ നടന്നു, അതാ വൈകിയത്. അർജുൻ മറുപടി പറഞ്ഞു. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ലക്ഷറി കാർ റിസോർട്ടിന്റെ ഗേറ്റ് കടന്നു വന്നു. കാർ പാർക്ക് ചെയ്യുന്നതിനിടെ കാറിലുണ്ടായിരുന്ന ആൾ അവിടെ നിന്ന് അർജുനെയും പ്രയാഗയെയും കണ്ടു. അർജുനെ കണ്ടപ്പോൾ അവന്റെ കണ്ണുകൾ ചുവന്നു, വിരലുകൾ സ്റ്റിയറിംഗിൽ മുറുകി. അവൻ കാർ പാർക്ക് ചെയ്ത് അർജുന്റെയും പ്രയാഗയുടെയും മുന്നിൽ വന്നു. അർജുനെ ഒന്ന് നോക്കി അവൻ പ്രയാഗയോട് സംസാരിക്കാൻ തുടങ്ങി. ഹായ് പ്രയാഗ, വന്നതേ ഉള്ളോ? ലേറ്റ് ആയല്ലോ. ഓ, ആ ജ്യൂസ് കട അടയ്ക്കാൻ ലേറ്റായി കാണൂ അല്ലേ? എന്നെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ഞാൻ തന്നെ നിന്നെ പിക്ക് ചെയ്യുമായിരുന്നല്ലോ. അവൻ അർജുനെ നോക്കി പരിഹസിച്ച് ചിരിച്ചുകൊണ്ട് പ്രയാഗയോട് പറഞ്ഞു. ഗൗതം, പ്ലീസ് നീ അകത്തേക്ക് ചെല്ല്. പ്രയാഗ ദേഷ്യം കടിച്ചമർത്തി പറഞ്ഞു. ഇന്ന് നമ്മുടെ കാവ്യയുടെ എൻഗേജ്മെന്റ് ആണ്. ഈ സമയത്ത് നീ ഇവിടെ നിന്ന് ഇവനോടൊക്കെ സംസാരിച്ച് സമയം കളയുവാണോ? നമ്മുടെ സ്റ്റാറ്റസിന് ചേരാത്ത ഇവനെയൊന്നും ഇവിടെ കൊണ്ടുവരാൻ തന്നെ പാടില്ലായിരുന്നു, ഗൗതം പറഞ്ഞു. ഗൗതം എന്തൊക്കെ പറഞ്ഞിട്ടും അർജുന്റെ മുഖത്ത് ഒരു പുഞ്ചിരിയല്ലാതെ മറ്റൊന്നും ഉണ്ടായില്ല. അർജുനെ അങ്ങനെ കണ്ടതും അവന്റെ ഉള്ളിൽ ദേഷ്യം വന്നു. അവന്റെ ഒരു ചിരി. ഇന്ന് ഇവിടെ നിന്ന് പോകുന്നതിന് മുൻപ് നിനക്കുള്ള പണി ഞാൻ തരാം. അപ്പോഴും കാണണം ഈ ചിരി. അർജുൻ, നമുക്കെന്തായാലും ഇന്ന് കാവ്യയോട് അച്ഛന്റെ ബിസിനസിനെ കുറിച്ച് സംസാരിക്കണം. അവളുടെ വുഡ് ബി രാഹുൽ കൂടി നമ്മളെ ഹെൽപ്പ് ചെയ്താൽ നമ്മുടെ ബിസിനസ് രക്ഷപ്പെടും. അവനും അവന്റെ ഫാമിലിയും വലിയ പണക്കാരാ. പക്ഷെ ആ ഗൗതം, അവനെ നീ സൂക്ഷിക്കണം അർജുൻ. അവൻ ഏത് വിധേനയും നമ്മളെ തടയാൻ ശ്രമിക്കും. സോ പ്ലീസ് ഒരു ഇഷ്യൂ ഉണ്ടാവാതെ നോക്കണേ. അവന് മുന്നറിയിപ്പ് കൊടുത്തു അവൾ. നീ വാ, നമ്മൾ ഓൾറെഡി ലേറ്റാണ്. ഫംഗ്ഷൻ ഇപ്പൊ തുടങ്ങും. ഉള്ളിലേക്ക് പോകാം. അർജുൻ അവളെയും കൂട്ടി ഉള്ളിലേക്ക് നടന്നു. അവർ രണ്ടുപേരും അകത്തേക്ക് വരുന്നത് കണ്ടിട്ടും അവരെ ആരും മൈൻഡ് ചെയ്തില്ല. അവർ ചെന്ന് ഒരിടത്തിരുന്നു. അർജുന്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. അന്ന് വൈകുന്നേരം ഉണ്ടായ സംഭവങ്ങളിലും ഗൗതമിന്റെ സംസാരവും മറ്റുമായി തന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകുമോ എന്നവൻ ഭയന്നു. ഞാൻ വാഷ്റൂമിൽ പോയി വരാം, അർജുൻ പ്രയാഗയോട് പറഞ്ഞ് ധൃതിയിൽ എഴുന്നേറ്റു. 1-2 ചുവടുകൾ വെച്ച ശേഷം ആരെങ്കിലും തന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നറിയാൻ അവൻ ചുറ്റും നോക്കി. പെട്ടെന്ന് കാറ്റിനേക്കാൾ വേഗത്തിൽ അവൻ അതിന്റെ ഉള്ളിലേക്ക് കയറി. അവൻ അതിനുള്ളിലെ കണ്ണാടിയിൽ തന്റെ പ്രതിബിംബത്തിലേക്ക് നോക്കി. ആ കണ്ണുകളിൽ നിന്നും ഒരു ചെറിയ വെളിച്ചം വന്ന് മുറിയിലാകെ പരന്നു. അവൻ തന്റെ മുഷ്ടി ചുരുട്ടി പിടിച്ചു. അതിനിടയിൽ അവിടെ ആരോ വരുന്ന ശബ്ദം കേട്ടതും പെട്ടെന്ന് കണ്ണുകൾ അടച്ചു നിന്നു.
കുറച്ചു സമയം കഴിഞ്ഞ് കണ്ണു തുറന്നതും തന്റെ മനസ്സ് നിയന്ത്രണത്തിലായെന്ന് അവന് തോന്നി. അവൻ തിരിച്ച് ഫംഗ്ഷൻ ഹാളിൽ കയറി പ്രയാഗയുടെ അടുത്തിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഗൗതം വീണ്ടും അവരുടെ അടുത്തേക്ക് വന്നു. പ്രയാഗ ഒന്നും മിണ്ടാതിരിക്കുകയാണ്. ആ പ്രയാഗ, എന്താ നിന്റെ കയ്യിൽ? ഓ, കാവ്യയ്ക്കുള്ള ഗിഫ്റ്റാണോ? ഒരു പുച്ഛത്തോടെ ചോദിച്ചുകൊണ്ട് അവൻ അവളുടെ കയ്യിലെ ഗിഫ്റ്റ് എടുക്കാൻ ശ്രമിച്ചു. അതിഷ്ടപ്പെടാതെ അവൾ തന്റെ ഗിഫ്റ്റ് മുറുകെ പിടിക്കുകയും അവന്റെ കൈ ശക്തിയോടെ തട്ടിമാറ്റുകയും ചെയ്തു. ഓ, ഭയങ്കര വില കൂടിയ ഗിഫ്റ്റാണെന്ന് തോന്നുന്നല്ലോ. എനിക്ക് വേണ്ടായേ. ബൈ ദ വേ, ഇവനാണോ ഈ ഗിഫ്റ്റ് വാങ്ങാൻ നിന്നെ ഹെൽപ്പ് ചെയ്തത്? എങ്കിലും 1 കിലോ മാങ്ങയോ മുന്തിരിയോ എങ്ങാനും ആയിരിക്കും കാവ്യയ്ക്കും രാഹുലിനും ജ്യൂസ് അടിക്കാൻ. അവൻ പരിഹാസത്തോടെ പറഞ്ഞു. ഗൗതം, പ്രയാഗ അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വാക്ക് പൂർത്തിയാക്കാൻ അനുവദിക്കാതെ വിളിച്ചു. ഓ, ഞാനൊന്നും പറയുന്നില്ല. അല്ല, നീ എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? നിന്നെ ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. നീ എന്റെ ഡിയറസ്റ്റ് കസിൻ അല്ലേ. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ നമ്മുടെ ഫാമിലി സ്റ്റാറ്റസിനനുസരിച്ച് ഒരാളെ കെട്ടാൻ. ഇപ്പോഴും ലേറ്റ് ആയിട്ടില്ല. നീ ഈ യൂസ്ലെസ്സിനെ ഡിവോഴ്സ് ചെയ്യേ. ഐ വിൽ ഫൈൻഡ് someone far far better than this idiot. ഗൗതം അഹങ്കാരത്തോടെ പറഞ്ഞു. അത് കേട്ടതും തന്റെ സകല നിയന്ത്രണവും നഷ്ടമായ പ്രയാഗ അവന് നേരെ തിരിഞ്ഞു. ഗൗതം, നിനക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞോ? അതോ ഇനിയുമുണ്ടോ? പ്രയാഗ ദേഷ്യത്തോടെ ചോദിച്ചു. അവളെ നോക്കി ഒന്ന് ചിരിച്ച ശേഷം അവൻ അർജുന് നേരെ വീണ്ടും തിരിഞ്ഞു. അല്ല അർജുൻ, നിനക്ക് എന്ത് യോഗ്യതയാ ഉള്ളത് ഞങ്ങളുടെ കൂടെ ഈ കുടുംബത്തിന്റെ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ? ഗൗതം പിന്നെയും ചോദിച്ചു. ഇത് കണ്ട പ്രയാഗ ദേഷ്യത്തോടെയും വിഷമത്തോടെയും മുഖം തിരിച്ച് അർജുനെ നോക്കി. അവൻ അതേ പുഞ്ചിരിയോടെ ഒന്നും പ്രതികരിക്കാതെ നിൽക്കുകയായിരുന്നു. ഞാനത് ഓർത്തില്ല. നിന്റെ അമ്മായിയച്ഛൻ, അതായത് എന്റെ വല്യച്ഛൻ നടത്തുന്ന ഫാക്ടറി എപ്പോ വേണമെങ്കിലും പൂട്ടിപ്പോകും. അവിടുത്തെ വർക്കേഴ്സിന് ശമ്പളം പോലും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. സോ ഇതുപോലുള്ള എക്സ്പെൻസീവ് ഗിഫ്റ്റും കൊണ്ട് നിങ്ങൾക്ക് കാവ്യയെ ഇംപ്രസ് ചെയ്യണം, രാഹുലിന്റെ ഹെൽപ്പ് ചോദിക്കണം. ഇതല്ലേ നിന്റെയും ഇവന്റെയും മാസ്റ്റർ പ്ലാൻ? നിന്റെയൊക്കെ ഈ ചീപ്പ് ഐഡിയാസ് മറ്റുള്ളവർക്ക് മനസ്സിലാവില്ല എന്നാണോ കരുതിയത്? അവൻ പരിഹാസത്തോടെ പറഞ്ഞു. ഹോ, ഈ ഗൗതം, നീ കാരണമാ ഞങ്ങൾ ഇന്ന് ഈ അവസ്ഥയിലെത്തിയത്. ഇനിയെങ്കിലും ഞങ്ങൾ വെറുതെ വിട്ടൂടെ ഇവനെ? അവൾ മനസ്സിൽ ചിന്തിച്ചു. എന്നിട്ട് അർജുന്റെ അടുത്ത് ചെന്ന് പതിയെ പറഞ്ഞു. അർജുൻ, അവൻ പറയുന്നതൊന്നും നീ കാര്യാക്കണ്ട. ജസ്റ്റ് ഇഗ്നോർ ഹിം. ഹി ഈസ് എൻ ഇഡിയറ്റ്. അവൾ പറഞ്ഞതും അർജുൻ അവളുടെ കയ്യിൽ പിടിച്ചു. ചെറുതായി കണ്ണ് ചിമ്മി കാണിച്ചു. അവൻ പറഞ്ഞതൊന്നും താൻ കാര്യമാക്കുന്നില്ല എന്ന പോലെ. ശേഷം അവളെയും കൂട്ടി അവിടെ നിന്നും പോയി. ഇപ്പൊ നീ പോയിക്കോ. നിന്റെ ഈ കളികളൊക്കെ എത്ര കാലം പോകുമെന്ന് നമുക്ക് കാണാം. അതും മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഗൗതം തിരിഞ്ഞു നടന്നു. പാലക്കൽ ഫാമിലിയുമായി ബന്ധപ്പെട്ടവരും ബിസിനസ് രംഗത്തെ പ്രമുഖരും മറ്റ് പ്രധാന അതിഥികളുമായി ഫംഗ്ഷൻ ഹാൾ മുഴുവൻ നിറഞ്ഞിരുന്നു. അതിഥികൾ ഓരോരുത്തരായി സ്റ്റേജിലേക്ക് കയറി കാവ്യയ്ക്കും രാഹുലിനും സമ്മാനങ്ങൾ നൽകുകയും ആശംസകൾ അറിയിക്കുകയും ഫോട്ടോ സെഷനിൽ പങ്കെടുക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഗൗതം അടുത്തെങ്ങുമില്ല എന്ന് ഉറപ്പാക്കിയ ശേഷം പ്രയാഗ അർജുനോട് പറഞ്ഞു. ഞാൻ കാവ്യയുടെ അടുത്ത് പോയി അവളോട് സംസാരിച്ച് ഈ ഗിഫ്റ്റും കൊടുത്തിട്ട് വരാം. നീ ഇവിടെ തന്നെ ഇരിക്കണേ അർജുൻ. പിന്നെ സൂക്ഷിക്കണം, ആ ഗൗതം എന്തെങ്കിലും ഒപ്പിച്ചു വെക്കും. നേരത്തെ ചെയ്തതുപോലെ മൈൻഡ് ചെയ്യാതിരുന്നാൽ മതി. അവന് നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് അവൾ സ്റ്റേജിലേക്ക് കയറിപ്പോയി. പണവും പെരുമയും വിളിച്ചോതുന്ന രീതിയിൽ അതീവ സുന്ദരിയായി ഒരുങ്ങിയിരുന്നു കാവ്യ. തന്റെ സമ്മാനവുമായി പ്രയാഗ അവളുടെ അടുത്തേക്ക് ചെന്നു. കൺഗ്രാറ്റ്സ് ഡിയർ. എന്നും എപ്പോഴും രണ്ടാളും ഇതുപോലെ ഹാപ്പി ആയിരിക്കട്ടെ. ബെസ്റ്റ് വിഷസ് ടു ബോത്ത് ഓഫ് യു. പ്രയാഗ ഗിഫ്റ്റ് നീട്ടിക്കൊണ്ട് കാവ്യയോടും രാഹുലിനോടുമായി പറഞ്ഞു. എന്നാൽ പ്രയാഗയെ കണ്ടതും കാവ്യയുടെ ഭാവം മാറി. അതുവരെ അവളുടെ മുഖത്തുണ്ടായിരുന്ന പുഞ്ചിരി മാഞ്ഞു. ഇത് അവിടെ എങ്ങാനും വെച്ചേക്ക്, എനിക്ക് വേണ്ട നിന്റെ സമ്മാനം. പ്രയാഗയെ പുച്ഛത്തോടെ നോക്കിക്കൊണ്ട് കാവ്യ പറഞ്ഞു. ഒരു നിമിഷം അവളുടെ ഭാവവും സംസാരവും പ്രയാഗയ്ക്ക് ഉള്ളിൽ വളരെയധികം വിഷമം തോന്നിപ്പിച്ചുവെങ്കിലും അവളത് പുറമേ കാണിക്കാതെ വീണ്ടും മുഖത്തൊരു പുഞ്ചിരി അണിഞ്ഞു. കാവ്യ, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കണം. നീ ഫ്രീ ആവുമ്പോൾ പറഞ്ഞാൽ മതി, ഞാൻ വിളിക്കാം. അവൾ പറഞ്ഞു. ഹോ, സ്റ്റോപ്പ് ഇറ്റ് പ്രയാഗ. എനിക്ക് നിന്നോടൊന്നും സംസാരിക്കണ്ട. നീ പറയുന്നതൊന്നും കേൾക്കുകയും വേണ്ട. നീ എന്തിനാണ് ഈ ഗിഫ്റ്റും കൊണ്ട് ഇന്നിവിടെ വന്നതെന്ന് എനിക്ക് നന്നായി അറിയാം. നിന്റെ കൂർമ്മബുദ്ധി ആർക്കും മനസ്സിലാവില്ലെന്ന് കരുതിയോ നീ? നിന്റെ അച്ഛന്റെ ബിസിനസ് തകർന്നു പോകാതിരിക്കാൻ എന്റെ രാഹുലിന്റെ സഹായം വേണം. അതിന് ഞാൻ റെക്കമെൻഡ് ചെയ്യണം, അതല്ലേ നിന്റെ ഉദ്ദേശം? നടക്കില്ല പ്രയാഗ. അതിനായി നീ ഇവിടെ നിൽക്കണമെന്നില്ല. നിനക്ക് പോകാം, കാവ്യ നിർദാക്ഷിണ്യം പറഞ്ഞു.
അത് കേട്ടതും പ്രയാഗയുടെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ച പോലെയായി. ഇനി എന്ത് എന്ന ചോദ്യം അവളുടെ മനസ്സിൽ വന്നു. അവരുടെ മുത്തശ്ശൻ പാലക്കൽ നീലകണ്ഠൻ ജീവിച്ചിരുന്ന കാലത്ത് അവർ സഹോദരികളെക്കാൾ ഉപരി വളരെ അടുത്ത കൂട്ടുകാരികളായിരുന്നു. പഴയ കാര്യങ്ങളെല്ലാം ഓർത്തെടുത്ത പ്രയാഗ ഒന്ന് നെടുവീർപ്പിട്ടുകൊണ്ട് ഒരിക്കൽ കൂടി അവളോട് സംസാരിക്കാമെന്ന് തീരുമാനിച്ചു. തിരക്കൊഴിയാൻ കാത്ത് സ്റ്റേജിൽ തന്നെ നിന്നു. താഴെ നിന്ന് ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന അർജുന് തന്റെ ഭാര്യയ്ക്കുണ്ടായ അപമാനം താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു. അർജുൻ ഇരിക്കുന്ന അതേ മേശയ്ക്കരികിലായി ആ കുടുംബത്തിലെ മറ്റു മരുമക്കളും ബന്ധുക്കളും ഉണ്ടായിരുന്നു. എല്ലാവരും ഒന്നുകിൽ വലിയ ബിസിനസ്മാൻമാർ അല്ലെങ്കിൽ സമൂഹത്തിൽ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരായിരുന്നു. ഓരോരുത്തരും അവരുടെ പുതിയ പുതിയ ബിസിനസ്സുകളെക്കുറിച്ചും പുതിയ ഷെയറുകളെക്കുറിച്ചും പറഞ്ഞ് സമയം കളയുകയാണ്. അർജുനോട് മിണ്ടാനോ അവന്റെ മുഖത്ത് ഒന്ന് നോക്കാനോ ആരും ശ്രമിച്ചില്ല. അതിനിടയിൽ ഗൗതം വീണ്ടും തിരിച്ചുവന്നു. ഒരു ഗ്ലാസിൽ സ്പൂൺ കൊണ്ട് തട്ടി ശബ്ദമുണ്ടാക്കി എല്ലാവരുടെയും ശ്രദ്ധ അവനിലേക്ക് ആകർഷിച്ചു. ഹലോ ഗൈസ്, നമ്മുടെ ഡിയർ ആൻഡ് ഡിയറസ്റ്റ് കാവ്യയുടെയും രാഹുലിന്റെയും ലൈഫിലെ ബിഗ്ഗസ്റ്റ് ഡേ ആണെന്ന്. അവരെ പോലെ തന്നെ നമ്മളും ഭയങ്കര ഹാപ്പിയാണ്. സോ കം ഓൺ, ലെറ്റ്സ് ഓൾ ഹാവ് സം ഫൺ ടുഗദർ ആൻഡ് എൻജോയ് ദിസ് ഈവനിങ്. അവൻ അത് പറഞ്ഞുകൊണ്ട് കയ്യിലെ ഗ്ലാസ് ഉയർത്തി. എല്ലാവരും കൈയടിച്ചുകൊണ്ട് അവരുടെ സന്തോഷം കൈമാറി. അവനൊരു ഷാമ്പയിൻ ബോട്ടിൽ എടുത്തു കുലുക്കി അർജുന്റെ മുന്നിൽ വന്നു തുറന്നു. ആ ഷാമ്പയിൻ മുഴുവൻ അർജുന്റെ മുഖത്തും ദേഹത്തും തെറിച്ചു. അത് കണ്ട് ചുറ്റും കൂടി നിന്നവരെല്ലാം ഉറക്കെ ചിരിച്ചു. ഗൗതം അർജുനെ നോക്കി കണ്ണുകളിറുക്കി. ഗൗതമിന്റെ പ്രവൃത്തിയിൽ അർജുന്റെ ക്ഷമയുടെ കടിഞ്ഞാൻ പൊട്ടിയിരുന്നു. ഈ സമയം വരെ അവൻ പറഞ്ഞതും പ്രവർത്തിച്ചതും എല്ലാ സമാധാനത്തോടെ വിട്ടുകളഞ്ഞതാണ്. എന്നിട്ടും അർജുന്റെ കണ്ണുകൾ ചുവന്നു കലങ്ങി മുഷ്ടി ചുരുട്ടിപ്പിടിച്ചു. ഗൗതമിനെ പോലെ ഒരുവനെ നേരിടുക എന്നത് അവനെ സംബന്ധിച്ച് ഒരു പ്രശ്നമേ ആയിരുന്നില്ല. അവനുള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ശക്തികൾ ഏതു നിമിഷവും പുറത്തു വരാനായി ഒരുങ്ങി നിൽക്കുകയാണ്. ഇവന്റെ തൊലിക്കെട്ടി അബ്ബാരം തന്നെ. ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ ഇൻസൾട്ടഡ് ആയിട്ടും ഒരു കൂസലുമില്ലാതെ നിൽക്കുന്നത് കണ്ടില്ലേ? അവനറിയാ കാൽ കാശിന് ഗതിയില്ലാത്ത അവന് എന്നോടൊന്നും ഏറ്റുമുട്ടാൻ കഴിയില്ല എന്ന്. പക്ഷെ ഇവിടം കൊണ്ടൊന്നും നിർത്തുന്നില്ല ഈ ഗൗതം. ഗൗതം അവനെ നോക്കി മനസ്സിലുരുവിട്ടു. തന്റെ ശരീരം മുഴുവൻ മദ്യം മണക്കുന്നതിനാൽ അവൻ അവിടെ ഇരിക്കാതെ എണീറ്റുപോയി. പിന്നാലെ ആരും ശ്രദ്ധിക്കാത്ത വിധത്തിൽ ഗൗതമും. ഗൗതം തന്റെ പിന്നാലെ വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ അർജുൻ പെട്ടെന്ന് അവനെ തിരിഞ്ഞു നോക്കി. അപ്രതീക്ഷിതമായി അവൻ തിരിഞ്ഞതും അവനെ കണ്ട് ഗൗതം നിയന്ത്രണം വിട്ട് അടുത്ത മദ്യക്കുപ്പികൾ നിരത്തിയ മേശയുടെ മേൽ ചെന്നു വീണു. മേശപ്പുറത്തിരുന്ന കുപ്പികളെല്ലാം അവന്റെ ഭാരത്താൽ താഴെ വീണു പൊട്ടി. അതിലെ മദ്യമെല്ലാം അവിടമാകെ പരന്നൊഴുകി. ആ ഹാൾ മുഴുവൻ അതിന്റെ ഗന്ധം നിറഞ്ഞു. എല്ലാം നിമിഷനേരം കൊണ്ട് സംഭവിച്ചതിനാൽ എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടേക്കായി. യു ബ്ലഡി, നിനക്ക് എത്ര ധൈര്യമുണ്ടായിട്ടാണ് നീ എന്നെ തള്ളിയിട്ടത്? അങ്ങേയറ്റം ദേഷ്യത്തോടെ ഗൗതം അർജുനോട് അലറി. എന്താ ഇവിടെ? അവരുടെ അടുത്തേക്ക് രാഹുലും ഒപ്പം കാവ്യയും പ്രയാഗയും വന്നു. ഇത് കണ്ടോ രാഹുൽ? ഇവൻ ഈ അർജുൻ ഒരു കാര്യവുമില്ലാതെ എന്നോട് വഴക്കിട്ടു, എന്നെ നിലത്ത് തള്ളിയിട്ടു. നമ്മുടെ സന്തോഷം ഇവന് സഹിക്കുന്നില്ല. അതിന്റെ ചുരുക്കമാണ്. ഈ പാർട്ടിയുടെ മൂഡ് തന്നെ തകർത്തു. ഗൗതം രാഹുലിനോട് പറഞ്ഞു. എന്താ ഇത് അർജുൻ? തനിക്ക് തീരെ മാനേഴ്സ് ഇല്ലേ? ഇങ്ങനെയാണോ ഒരു പാർട്ടിയിൽ പങ്കെടുക്കേണ്ടത്? രാഹുൽ അമർഷത്തോടെ ചോദിച്ചു. ഇല്ല, ഞാൻ അവനെ തൊട്ടിട്ടില്ല രാഹുൽ, സത്യം, അർജുൻ പറഞ്ഞു. എന്നിട്ട് ഗൗതമിന് നേരെ തിരിഞ്ഞു. എന്തിനാ ഗൗതം നീ നുണ പറയുന്നത്? ഇവിടെയുള്ളവരെല്ലാം കണ്ടതല്ലേ നടക്കുന്നത് എന്താണെന്ന്. വേണമെങ്കിൽ അവരോട് ചോദിച്ചു നോക്കൂ, അർജുൻ പറഞ്ഞു. രാഹുൽ, അവനാ കള്ളം പറയുന്നത്. ഇവിടെയുള്ളവരെയെല്ലാം ഞാൻ വൈൻ കുടിക്കാനും പാർട്ടി ആഘോഷിക്കാനും ഇൻവൈറ്റ് ചെയ്തപ്പോ എവിടെ നിന്നാണെന്ന് അറിയില്ല അർജുൻ കയറി വന്നു. വന്നയുടനെ അവൻ എന്നോട് വഴക്കിട്ടു. നിനക്ക് സംശയമാണെങ്കിൽ ദേ അവരോട് ചോദിച്ചു നോക്കൂ, ഗൗതം എല്ലാവർക്കും വിശ്വാസമാകുന്ന രീതിയിൽ പറഞ്ഞു. അവിടെ എല്ലാവരും ഗൗതമിന്റെ കുടുംബാംഗങ്ങളാണ്. അവർക്ക് ആർക്കും അർജുനെക്കുറിച്ച് വലിയ അറിവില്ല. നടന്ന കാര്യങ്ങൾ കണ്ടില്ലെങ്കിലും ഗൗതമിനെ പിണക്കാൻ സാധിക്കില്ല. അതേ രാഹുൽ, ഗൗതം പറഞ്ഞതാണ് ശരി. അർജുൻ വന്നപ്പോൾ തന്നെ ഒരുപാട് കുടിച്ചിരുന്നു എന്ന് കള്ളം പറഞ്ഞ് അവർ ഗൗതമിനെ പിന്തുണച്ചു. അർജുനെ ആരാണ് ഈ ഫംഗ്ഷൻ ക്ഷണിച്ചത്? ഇത്രയും വലിയ കുടുംബത്തിലേക്ക് ഇങ്ങനെയുള്ള ഒരുത്തനെ കൊണ്ടുവന്ന മഹാദേവനെ വേണം ആദ്യം പറയാൻ. അതിഥികൾ ഓരോരുത്തരായി അവനെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. എന്താ അർജുനിത്? ഞാൻ എത്ര തവണ പറഞ്ഞതാ നിന്നോട്, നിനക്കൊന്ന് ശ്രദ്ധിച്ചുകൂടായിരുന്നോ? പ്രയാഗയ്ക്ക് ദേഷ്യവും സങ്കടവും തോന്നി. അവൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അർജുനെ വഴക്കു പറഞ്ഞു. അർജുൻ അവളുടെ മുന്നിൽ നിസ്സഹായനായി നിന്നു. അത് കേട്ടതും ഗൗതമിന് വാശി കൂടി.
പ്രയാഗ, നീയും അർജുനും ഇപ്പോ ഇവിടെ വെച്ച് കാവ്യയോടും രാഹുലിനോടും മാപ്പ് പറയണം, അവൻ പറഞ്ഞു. അവൾ കണ്ണീരോടെ അർജുനെ നോക്കി. പ്രയാഗയ്ക്ക് വേണ്ടി അവൻ അതിനും തയ്യാറായിരുന്നു. രാഹുൽ, കാവ്യ, നിങ്ങളുടെ ലൈഫിലെ ഈ സന്തോഷകരമായ ദിവസത്തിൽ അറിഞ്ഞോ അറിയാതെയോ ഞാൻ കാരണമുണ്ടായ പ്രശ്നങ്ങൾക്ക് ഞാൻ മാപ്പ് ചോദിക്കുന്നു. റിസോർട്ടിന് പുറത്ത് മുന്നിലെ തിരക്കേറിയ റോഡിലേക്ക് നോക്കി നിൽക്കുകയാണ് അർജുൻ. അവന്റെ മനസ്സ് മുഴുവൻ താൻ കാരണം പ്രയാഗ അപമാനിക്കപ്പെട്ടു എന്ന വിഷമമായിരുന്നു. പോവാം അർജുൻ. പ്രയാഗ അവിടേക്ക് വന്നു. അവൾ തന്റെ പുറകെ പുറത്തു വന്നതിൽ അർജുൻ അത്ഭുതപ്പെട്ടു. നീ എന്തിനാ പ്രയാഗ ഇത്രയും പെട്ടെന്ന് വന്നത്? അവരോട് സംസാരിക്കാനുള്ള നല്ല ചാൻസ് ആയിരുന്നില്ലേ അത്? അവൻ ചോദിച്ചു. നീ എന്റെ ഭർത്താവാണ് അർജുൻ. നിന്നെ അപമാനിക്കുന്നത് എന്നെ അപമാനിക്കുന്നത് പോലെയാ. ഇനിയും എന്റെ ആത്മാഭിമാനം നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവിടെ നിൽക്കാൻ എനിക്ക് പറ്റില്ല. അതാ നിനക്ക് പിന്നാലെ ഞാനും ഇറങ്ങിയത്, അവൾ പറഞ്ഞുകൊണ്ട് അവനെ നോക്കി. അപ്പോ അച്ഛന്റെ ബിസിനസ് കാര്യം? അവൻ ചോദിച്ചു. അറിയില്ല അർജുൻ, എന്തെങ്കിലും ഒരു വഴി കാണാം, വാ. അവൾ മുന്നോട്ട് നടന്നു, പിന്നാലെ അവനും. ഇരുവരും ഒന്നും മിണ്ടാതെ നടന്നു. കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞ്, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം, ഉറച്ച ശബ്ദത്തോടെ പ്രയാഗ പറഞ്ഞതും അർജുന്റെ കണ്ണുകൾ വിടർന്നു. നീ എന്നെ വിശ്വസിക്കുന്നുണ്ടോ? അർജുൻ ആശ്ചര്യത്തോടെ ചോദിച്ചു. നിനക്ക് മദ്യപിക്കുന്ന ശീലമില്ലെന്ന് എനിക്കറിയാലോ. ഇതെല്ലാം ഗൗതം മനഃപൂർവ്വം ചെയ്തതാ, പ്രയാഗ പറഞ്ഞു. അവളുടെ ആ വാക്കുകൾ അർജുനെ വല്ലാതെ സന്തോഷിപ്പിച്ചു. നിനക്ക് എന്നിലുള്ള ഈ വിശ്വാസം ഒരിക്കലും ഞാൻ തെറ്റിക്കില്ല. ഒരിക്കലും ഞാൻ കാരണം നിനക്കൊരു പ്രശ്നം ഉണ്ടാവുകയില്ല, അവൻ മനസ്സിലുറപ്പിച്ചു. അവന്റെ മുഖത്തെ സന്തോഷം കണ്ടതും പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ പ്രയാഗ സംസാരിക്കാൻ തുടങ്ങി. ഇതൊന്നും കണ്ട് നീ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ നിന്നെ ഡിവോഴ്സ് ചെയ്യും. അതിലിനി മാറ്റങ്ങളൊന്നുമില്ല. പെട്ടെന്ന് അവൾ അങ്ങനെ പറഞ്ഞതും എന്ത് മറുപടി പറയണം എന്നറിയാതെ അർജുൻ അവിടെ തന്നെ നിന്നു. പിന്നീട് അധികം വൈകാതെ തന്നെ ഇരുവരും വീട്ടിലെത്തി. അവിടെ എത്തുമ്പോൾ പ്രയാഗയുടെ അച്ഛനമ്മമാരായ മഹാദേവനും രേണുകാദേവിയും അവരെ കാത്ത് ഹാളിൽ തന്നെ ഉണ്ടായിരുന്നു. അർജുനെ കണ്ടതും രേണുകയുടെ മുഖം ഇരുണ്ടു. എല്ലാം ചെയ്തു വെച്ചിട്ട് ഒരു നാണവുമില്ലാതെ വന്നിരിക്കുന്നത് കണ്ടില്ലേ? അവർ അവനെ നോക്കി അലറി. ഫംഗ്ഷനിൽ നടന്നതൊന്നും ഞങ്ങൾ അറിയില്ലെന്ന് കരുതിയോ നീ? നാശം പിടിച്ചവൻ. നീ എന്ന് ഈ കുടുംബത്തിൽ കാലുകുത്തിയോ അന്നു മുതൽ തുടങ്ങിയതാ ഞങ്ങളുടെ കഷ്ടകാലം. ഇന്ന് ആ ഫംഗ്ഷന് പോയതിന്റെ ഉദ്ദേശം എന്താണെന്ന് നിനക്കറിയാമോ? എന്റെ മോള് പണമുണ്ടാക്കാൻ എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന് നിനക്കറിയാമോ? എല്ലാ പ്രതീക്ഷകളും തകർത്തത് നീ ഒറ്റ ഒരാളാണ്. രേണുക വളരെയധികം ദേഷ്യത്തോടെ അവനോട് പറഞ്ഞു. ഒന്ന് നിർത്തമ്മേ. എന്തറിഞ്ഞിട്ട് അമ്മ അർജുനെ എങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? അവർക്ക് നമ്മളെ സഹായിക്കാനുള്ള മനസ്സൊന്നും ഉണ്ടായിരുന്നില്ല. അതിന് അർജുനെ ഒരു കാരണമാക്കി എന്നേ ഉള്ളൂ. പ്രയാഗ അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. നിനക്ക് ഭ്രാന്താണോ പ്രയാഗ? ഇപ്പോഴും ഇവനു വേണ്ടി വക്കാലത്ത് പറയാൻ? ഇവൻ കാരണമാണ് നമ്മൾ ഈ അവസ്ഥയിലെത്തിയത്. ഇന്ന് അത്രയും പേരുടെ മുന്നിൽ നീ നാണം കെട്ടതും ഇവൻ കാരണമാണ്. എന്നിട്ട് നീ എന്തിനാണ് ഇവനെ സപ്പോർട്ട് ചെയ്യുന്നത്? ഈ ദാരിദ്ര്യം പിടിച്ചവൻ എന്ന് നിന്റെ ജീവിതത്തിൽ വന്നോ അന്നു മുതൽ നമ്മുടെ സുഖവും സന്തോഷവും സമാധാനവും എല്ലാം നഷ്ടമായി. അവർ കലിയടങ്ങാതെ പറഞ്ഞുകൊണ്ടിരുന്നു. അമ്മയ്ക്ക് ഇനി എന്തു പറഞ്ഞാലും മനസ്സിലാവില്ലെന്നോർത്ത് അവൾ മിണ്ടാതെ നിന്നു. മഹാദേവനും ഒന്നും മിണ്ടിയില്ല. രേണുക അർജുനെ കാരണമില്ലാതെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് കേട്ട് അയാൾക്ക് വിഷമം തോന്നി. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അർജുൻ ഒന്നും മിണ്ടാതെ അടുക്കളയിലേക്ക് പോയി. രേണുകയുടെ ദേഷ്യം അപ്പോഴും അടങ്ങിയിരുന്നില്ല. അന്ന് സംഭവിച്ചതിനെല്ലാം അർജുനെ അവർ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു. അവരുടെ സംസാരത്തിനെ തീരെ അവഗണിച്ചുകൊണ്ട് അർജുൻ തന്റെ ജോലികളെല്ലാം പെട്ടെന്ന് തന്നെ തീർത്തു. അവർ കഴിക്കാനുള്ള ഭക്ഷണവും പാത്രങ്ങളും വെള്ളവും എല്ലാം നിമിഷനേരം കൊണ്ട് ടേബിളിൽ നിരത്തി. ഡിന്നർ റെഡിയായിട്ടുണ്ട്, വരൂ. അവൻ എല്ലാവരെയും വിളിച്ചു. നീ ഇപ്പോഴല്ലേ അകത്തേക്ക് പോയത്? അതിനുള്ളിൽ എല്ലാം ശരിയാക്കിയോ? രേണുക സംശയത്തോടെ ചോദിച്ചു. ഞാൻ പോയിട്ട് കുറച്ചധികം സമയമായി. അമ്മ അത് ശ്രദ്ധിക്കാത്തതുകൊണ്ടാ. അവൻ അവരുടെ ചോദ്യത്തിന് മറുപടി കൊടുത്തു. എല്ലാവരും ഭക്ഷണം കഴിക്കാനിരുന്നു. കുറച്ചു നേരത്തേക്ക് ഒന്നടങ്ങിയ രേണുക വീണ്ടും അർജുനെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. മോളെ, നിന്നോട് ഗൗതം പറഞ്ഞതിനെക്കുറിച്ച് ഒന്ന് ഗൗരവമായി ചിന്തിച്ച് ഒരു തീരുമാനം എടുക്ക്. അവൻ പറഞ്ഞതിലും കാര്യമുണ്ട്. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ രേണുക പ്രയാഗയോട് പറഞ്ഞു. അമ്മ, ഇനി മേലാൽ എന്നോട് ഈ കാര്യം പറയരുത്. ഇത് എന്റെ ജീവിതമാണ്. എനിക്കറിയാം എന്ത് ചെയ്യണം ചെയ്യണ്ട എന്ന്. അതുപോലെ അർജുനെ ഞാൻ ആരുടെയും നിർബന്ധത്തിന് വഴങ്ങിയും ഡിവോഴ്സ് ചെയ്യില്ല. എനിക്ക് ശരിയെന്ന് തോന്നുന്നത് എന്തോ
അതേ ഞാൻ ചെയ്യൂ. അവൾ അവരോട് ദേഷ്യപ്പെട്ടു. ഇനിയും ഇത് എത്ര കാലം തുടരും മോളെ? ഇവനെ ഉപേക്ഷിക്കുന്നതാണ് നിന്റെ ജീവിതത്തിന് നല്ലത്. നിന്റെ നല്ലതിനു വേണ്ടിയല്ലേ അമ്മ പറയുന്നത്. അതെന്താ മോൾക്ക് മനസ്സിലാവാത്തത്? ഇവൻ കാരണം നമ്മുടെ കുടുംബക്കാരെല്ലാം നമ്മളെ അകറ്റി നിർത്തിയേക്കുകയാണ്. ഇവനെ നീ ഉപേക്ഷിച്ചാൽ ചിലപ്പോൾ അവരൊക്കെ വീണ്ടും നമുക്കൊപ്പം ചേരും. നമ്മുടെ കഷ്ടപ്പാടുകളും മാറും. അമ്മയുടെ വാക്കുകൾ കേൾക്കെ ഭക്ഷണം പാതിയിൽ അവസാനിപ്പിച്ച് ദേഷ്യത്തോടെ അവൾ മുറിയിലേക്ക് പോയി. നിങ്ങൾ എന്താ ഒന്നും പറയാത്തത്? എങ്ങനെയെങ്കിലും അവളെക്കൊണ്ട് ഈ ഡിവോഴ്സിന് സമ്മതിപ്പിക്കണം. പ്രയാഗ പോയതും അവർ മഹാദേവനോടായി സംസാരിക്കാൻ തുടങ്ങി. പക്ഷേ അയാളും ഒന്നും മിണ്ടാതെ എഴുന്നേറ്റ് അവിടെ നിന്നും പോയി. അവർ പറയുന്നതെല്ലാം കേട്ടിട്ടും ഒന്നും മിണ്ടാതെ അർജുൻ ഭക്ഷണം കഴിച്ച് വേഗം തന്നെ തന്റെ ജോലികൾ തീർത്ത് മുറിയിലേക്ക് പോയി. അർജുൻ മുറിയിൽ വന്ന് കട്ടിലിരുന്ന് മെഡിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങി. വർഷങ്ങളായി അവൻ വളർത്തിയെടുത്തൊരു ശീലമാണ് മെഡിറ്റേഷൻ. അത് അവന്റെ മനസ്സിന് ശാന്തി നൽകുകയും അവന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ശക്തികളെ നിയന്ത്രണത്തിലാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. അന്നുണ്ടായ സംഭവങ്ങളിൽ പലപ്പോഴും അവന്റെ ഉള്ളിലെ ശക്തി ഉണരുന്നതായി അവന് തോന്നിയിരുന്നു. അതുകൊണ്ടുതന്നെ കാര്യങ്ങൾ കൈവിട്ടു പോകാതിരിക്കാനും തന്റെ രഹസ്യം ആരെയും അറിയിക്കാതെ ഇരിക്കാനും അവൻ കുറച്ചധിക നേരം മെഡിറ്റേറ്റ് ചെയ്തു. കുറച്ചു സമയം കഴിഞ്ഞതും അർജുൻ പതിയെ കണ്ണു തുറന്നു. അവൻ എഴുന്നേറ്റ് തന്റെ മുറിയിൽ രഹസ്യമായി സൂക്ഷിച്ചുവെച്ച ഒരു ചെറിയ മരപ്പെട്ടി എടുത്തുകൊണ്ട് തന്റെ ബെഡിൽ വന്നിരുന്നു. അത് തുറന്ന് ചുവന്ന തുണിയിൽ പൊതിഞ്ഞ ഒരു ഗോൾഡ് കോയിൻ എടുത്തു. അത് കണ്ടപ്പോൾ അവന്റെ കണ്ണുകൾ തിളങ്ങി. കുറേ വർഷങ്ങൾക്ക് മുൻപ് ഒരു ഗുരു അർജുന് നൽകിയതാണത്. പേര് കേട്ട വർമ്മ കുടുംബവുമായി ബന്ധപ്പെട്ടതാണ് ആ കോയിൻ. അവരെക്കുറിച്ച് അറിയുന്ന ദിവസം മുതൽ അവന്റെ ജീവിതം മാറിമറയുമെന്നും അവന്റെ ഇതുവരെയുള്ള എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുമെന്നും അയാൾ പറഞ്ഞത് അവന് ഓർമ്മ വന്നു. എന്തോ വലിയ ഭാരം ഇറക്കിവെച്ചതുപോലെ അവന്റെ മുഖം വിടർന്നു. ആ കോയിൻ ഭദ്രമായി എടുത്തുവെച്ച് അവൻ അന്ന് ഉറങ്ങാൻ കിടന്നു. പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ എല്ലാ ദിവസവും പോലെ അർജുൻ വീട്ടുപണികളെല്ലാം തീർത്ത് തന്റെ ജ്യൂസ് കടയിലേക്ക് പോയി. വഴിയിൽ വെച്ച് കഴിഞ്ഞ ദിവസത്തെ പോലെ ഒരു കാർ അവന്റെ വഴിമുടക്കി മുന്നിൽ കൊണ്ടു നിർത്തി. ഇന്നും സ്വാമിയങ്കിളായിരിക്കുമെന്ന് കരുതി നിന്നതും കറുത്ത നിറത്തിലുള്ള ആ റോയൽ കാറിൽ നിന്നും ഒരു മധ്യവയസ്കൻ ഇറങ്ങി അവന്റെ മുന്നിൽ വന്നു നിന്നു. അയാളെ കണ്ടതും അർജുന്റെ മുഖമിരുണ്ടു. അവന്റെ അച്ഛൻ മംഗലത്ത് കാർത്തികേയനായിരുന്നു അത്. നിനക്ക് ഞാൻ വന്നത് ഇഷ്ടമായില്ല എന്ന് എനിക്ക് മനസ്സിലായി. എന്നോടുള്ള ഇഷ്ടക്കേടിന്റെ പേരിൽ നിന്റെ മുത്തച്ഛനെ ഇനിയും വേദനിപ്പിക്കണോ? ഒരു തവണ വന്ന് അദ്ദേഹത്തെ കണ്ടൂടെ അർജുൻ? നിന്റെ 2 അമ്മായിമാർക്കും പെൺമക്കളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബസ്വത്തിന്റെ മുഴുവൻ അവകാശവും ഇനി നിനക്കാണ്. നീ മുത്തച്ഛന്റെ അടുത്തേക്ക് വരണം, കാർത്തികേയൻ പറഞ്ഞു. കൊള്ളാം. ഞാനും എന്റെ അമ്മയും ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ശേഷം എവിടെയാണ് എന്നൊന്നും അന്വേഷിക്കുക പോലും ചെയ്യാത്തവർ ഇപ്പൊ സ്വത്തിന്റെ പേര് കേട്ടപ്പോൾ തേടി ഇറങ്ങിയത് കണ്ടില്ലേ? എനിക്ക് നിങ്ങളുടെ ഒരു സ്വത്തും വേണ്ട, പേരും വേണ്ട. നിങ്ങളൊക്കെ കൂടി അനുഭവിച്ചാ മതി, അർജുൻ പുച്ഛത്തോടെ പറഞ്ഞു. അർജുൻ, കഴിഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ വെച്ച് നിന്റെ നല്ല ലൈഫ് വേസ്റ്റ് ചെയ്യുകയാണ് നീ. നമ്മുടെ കുടുംബത്തിന്റെ ആസ്തി അത് എത്രത്തോളമാണെന്ന് നിനക്കറിയില്ല. ഒരുപാട് ബിസിനസ്സും പ്രോപ്പർട്ടീസുമായി ഒരു വലിയ സാമ്രാജ്യം തന്നെ നിന്റെ മുത്തച്ഛൻ കെട്ടിപ്പടുത്തു വെച്ചിട്ടുണ്ട്. അതെല്ലാം ഇനി നിനക്കാ. അയാൾ പറഞ്ഞതും, ഇതൊക്കെ നിങ്ങൾ എന്നോട് പറയുന്നത് എന്തിനാ? ഞാൻ ഇതിലൊക്കെ വീഴുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് അർജുൻ ചോദിച്ചു. നിന്റെ 2 അമ്മായിമാരും എപ്പോഴും അതിൽ കണ്ണും വെച്ചിരിക്കുകയാണ്. നിന്റെ മുത്തച്ഛന്റെ ഇത്രയും കാലത്തെ കഷ്ടപ്പാടാണ് ആ സ്വത്തുക്കൾ. അത് അവരുടെ കയ്യിലെത്തിയാൽ അവർ തീർച്ചയായും ധൂർത്തടിച്ച് തീർക്കും. അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നിനക്ക് കാണണോ? കാർത്തികേയൻ ചോദിച്ചു. അർജുൻ അയാളിൽ നിന്ന് മുഖം തിരിച്ചു. അവന് അയാളെ നന്നായി അറിയാം. പണത്തിനു വേണ്ടി എന്തും ചെയ്യാൻ നിങ്ങൾ തയ്യാറാകുമെന്ന് എനിക്കറിയാം. ഇപ്പൊ മുത്തച്ഛന്റെ ആരോഗ്യം മോശമായതുകൊണ്ടാണ് എന്നെ തേടി വന്നതെന്ന് പറയുന്നു. പക്ഷേ ഇയാൾ അവിടെയുള്ളപ്പോൾ എന്തിനാണ് ഈ സ്വത്ത് എനിക്ക് തരാൻ ആഗ്രഹിക്കുന്നത്? അർജുൻ മനസ്സിൽ ചിന്തിച്ചു. നീ എന്തിനാ ആ പാപ്പരായ മഹാദേവന്റെ മോളെ കെട്ടി നിന്റെ ലൈഫ് വേസ്റ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇന്നലെ രാത്രി ആ ഫംഗ്ഷനിൽ നിനക്കുണ്ടായ അപമാനത്തെക്കുറിച്ച് എനിക്കറിയാം. നിന്റെ തെറ്റല്ലാഞ്ഞിട്ടും നീ എന്തിനാ അതെല്ലാം ഏറ്റുപറഞ്ഞ് ഒരു പാവത്താനായി നിന്നത്? രാഹുലിന്റെ ഫാമിലിയും നിന്റെ സോക്കോൾഡ് ഇൻലോസിന്റെ ഫാമിലിയുമൊക്കെ നീ ആരാണെന്ന് അറിഞ്ഞാൽ നിന്റെ കാൽ ചുവട്ടിൽ വന്നിരിക്കും. നിന്റെ സെർവൻസ് ആവാൻ പോലും ക്വാളിഫിക്കേഷൻ ഇല്ല അവർക്കൊന്നും. ഇത് നിനക്കും അറിയാം. എന്നിട്ടും എന്തിനാ നീ അവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് അർജുൻ? കാർത്തികേയൻ ചോദിച്ചു. അച്ഛൻ തന്നെ ഇമോഷണലായി ട്രാക്ക് ചെയ്ത് തിരിച്ചു കൊണ്ടുപോകാനാണ് ഇതൊക്കെ പറയുന്നതെന്ന് മനസ്സിലാക്കിയ അർജുൻ അയാൾക്ക് മറുപടി നൽകാൻ കൂട്ടാക്കിയില്ല. നീ ഇപ്പോഴും ചെറുപ്പമാണ്.
നിനക്ക് മുന്നിൽ ഇനിയും ഒരുപാട് ജീവിതമുണ്ട്. നീ എന്നെ വല്ലാതെ വെറുക്കുന്നുവെന്ന് എനിക്കറിയാം. നിന്നോടും നിന്റെ അമ്മയോടും ഞാൻ ചെയ്തത് അന്യായം തന്നെയാണ്. പക്ഷേ അതിൽ എനിക്ക് എന്റേതായ ശരികളുണ്ടായിരുന്നു. എന്റെ സ്ഥാനത്ത് ആരായിരുന്നാലും അങ്ങനെ തന്നെയാവും ചെയ്തിരിക്കുക. കയ്യിലുള്ള അധികാരവും അവകാശവും ആരും ആർക്കും വേണ്ടി വിട്ടുകളയാറില്ല അർജുൻ. പവർഫുൾ പീപ്പിൾ ക്യാൻ മേക്ക് ദെയർ പ്ലേസസ് മോർ പവർഫുൾ. ഇറ്റ്സ് യുവർ ടൈം ടു ബി മോർ പവർഫുൾ, കാർത്തികേയൻ ഗൗരവത്തോടെ പറഞ്ഞു. അയാളുടെ വാക്കുകൾ കേട്ട് അവന് വളരെയധികം ദേഷ്യം തോന്നി. ഇത്രയൊക്കെ ചെയ്തിട്ടും കുറ്റബോധത്തിന്റെ ലാഞ്ചന പോലും ഇല്ലാത്ത അയാളെ അവൻ അവജ്ഞയോടെ നോക്കി. ഒരു ദിവസം ഞാൻ മുത്തച്ഛനെ കാണാൻ വരും. അതല്ലാതെ ഒരിക്കലും നിങ്ങളുമായോ നിങ്ങളുടെ കുടുംബമായോ എനിക്ക് യാതൊരു ബന്ധവും ഉണ്ടാകില്ല. നിങ്ങളുടെ അനന്തരാവകാശി എന്നൊരു പട്ടം എനിക്ക് വേണ്ട, അർജുൻ തീർത്തും പറഞ്ഞു. കാർത്തികേയൻ മകനെ രൂക്ഷമായി നോക്കി. ശരി, എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അന്തിമ തീരുമാനം നിന്റേതാണ്. എന്നെങ്കിലും നിന്റെ മനസ്സ് മാറുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നും പറഞ്ഞ് കാർത്തികേയൻ അവിടെ നിന്നു ഇറങ്ങി. അർജുനെ തന്റെ പ്രലോഭനത്തിൽ വീഴ്ത്താമെന്ന തന്റെ ചിന്ത തെറ്റായിരുന്നു എന്ന് അയാൾക്ക് മനസ്സിലായി. അർജുൻ അയാൾ പോകുന്നത് കുറച്ചു സമയം നോക്കി നിന്നു. എന്നിട്ട് അവിടെ നിന്നും രാജമന്ദ്ര ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസ് ലക്ഷ്യമാക്കി ഇറങ്ങി. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബിസിനസ് ഗ്രൂപ്പുകളിൽ ഒന്നാണ് രാജമന്ദ്ര ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസ്. കുറച്ചു സമയത്തിനുള്ളിൽ 50 നിലയുള്ള അവരുടെ പടുകൂറ്റൻ ഓഫീസിനു മുന്നിൽ അർജുൻ വന്നിറങ്ങി. ഒന്ന് നോക്കിയ ശേഷം അകത്ത് കയറി റിസപ്ഷനിലേക്ക് പോയി. ഹായ്, ഗുഡ് മോർണിംഗ് സർ, ഹൗ കെൻ ഐ ഹെൽപ്പ് യു? അർജുനെ കണ്ടതും റിസപ്ഷനിസ്റ്റ് ചോദിച്ചു. ഞാൻ നിങ്ങളുടെ മാനേജിംഗ് ഡയറക്ടറെ കാണാൻ വേണ്ടി വന്നതാണ്. അർജുൻ അത് പറഞ്ഞതും റിസപ്ഷനിസ്റ്റ് അവനെ അടിമുടി നോക്കി. കാരണം അവനൊരു സാധാരണക്കാരന്റെ വേഷവിധാനത്തിലാണ് വന്നത്. നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് ഉണ്ടോ സാർ? അവൾ ചോദിച്ചു. ഇല്ല, ഞാൻ മിസ്റ്റർ വീരേന്ദ്രൻ വർമ്മയുടെ സുഹൃത്താണ്. എന്റെ പേര് അർജുൻ. നിങ്ങൾ ഈ കാര്യം MD ഒന്ന് അറിയിച്ചാൽ മതി, അർജുൻ ശാന്തമായി പറഞ്ഞു. റിസപ്ഷനിസ്റ്റ് മാനേജിംഗ് ഡയറക്ടർ അഭിഷേക് വർമ്മയെ ഫോണിൽ വിളിച്ചു. അഭിഷേകിന്റെ PA ആണ് ഫോൺ എടുത്തത്. അഭിഷേക് സാറിനെ കാണാൻ അർജുൻ എന്ന പേരുള്ള ഒരാൾ വന്നിട്ടുണ്ട്. അയാൾ മിസ്റ്റർ വീരേന്ദ്രവർമ്മയുടെ സുഹൃത്താണെന്ന് പറയാൻ പറഞ്ഞു. റിസപ്ഷനിസ്റ്റ് അയാളോട് പറഞ്ഞു. ഓക്കെ, ഐ വിൽ ഇൻഫോം. അയാൾ ഫോൺ കട്ട് ചെയ്തു. എന്നിട്ട് അഭിഷേകിന്റെ ക്യാബിനിലേക്ക് ചെന്നു. അഭിഷേക് എന്താണെന്ന മട്ടിൽ നോക്കിയതും, സാറിനെ കാണാൻ ഒരാൾ താഴെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടില്ല, പക്ഷെ അയാൾ മിസ്റ്റർ വീരേന്ദ്രവർമ്മയുടെ സുഹൃത്താണ് എന്ന് പറയാൻ പറഞ്ഞു, PA പറഞ്ഞു. വീരേന്ദ്രൻ വർമ്മ? ആ പേര് കേട്ടപ്പോൾ അഭിഷേക് ഒന്ന് ഞെട്ടി. തന്റെ മുത്തച്ഛന്റെ യഥാർത്ഥ പേരായിരുന്നു അത്. എല്ലാവരും മുത്തച്ഛനെ മിസ്റ്റർ വർമ്മ എന്നാണ് സംബോധന ചെയ്തിരുന്നത്. മുഴുവൻ പേര് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ അറിയൂ. ആസ്ക് ഹിം ടു മീറ്റ് മീ ഇൻ ദ ക്യാബിൻ, അഭിഷേക് പറഞ്ഞു. PA റിസപ്ഷനിസ്റ്റിനെ വിളിച്ച് അർജുനെ അഭിഷേകിന്റെ ക്യാബിനിലേക്ക് അയക്കാൻ പറഞ്ഞു. അർജുൻ ശാന്തനായി അഭിഷേകിന്റെ ക്യാബിനിൽ ചെന്ന് മുന്നിലെ കസേരയിൽ പോയിരുന്നു. അഭിഷേക് അവനെ ബഹുമാനത്തോടെ നോക്കി. ആക്ച്വലി താങ്കൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല, അവൻ അർജുനോട് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അർജുൻ സമാധാനമായി ചിരിച്ചുകൊണ്ട് പോക്കറ്റിൽ നിന്നും ആ പഴയ ഗോൾഡ് കോയിൻ എടുത്ത് അഭിഷേകിന്റെ മുന്നിൽ വെച്ചു. അത് കണ്ട് അഭിഷേക് ഒന്ന് ഞെട്ടി. വർമ്മ കുടുംബത്തിലെ അംഗങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരു അമൂല്യമായ ടോക്കണാണിത്. ആ കോയിൻ കുടുംബത്തിലെ ആളുകളുടെ പ്രാധാന്യത്തെ കാണിക്കുന്നു. അഭിഷേക് അവന്റെ കുട്ടിക്കാലത്ത് അച്ഛന്റെ കയ്യിൽ അത്തരമൊരു കോയിൻ കണ്ടിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് അത് വീണ്ടും കാണുന്നത്. എന്നാൽ അച്ഛന്റെ കയ്യിലുണ്ടായ കോയിനേക്കാൾ മൂല്യമുള്ളതാണ് ഇതെന്ന് അവന് മനസ്സിലായി. ഞാൻ ഞങ്ങളുടെ ഫാമിലി വക്കീലിനെ വിളിക്കാം, അദ്ദേഹം നിങ്ങളോട് സംസാരിക്കും, അഭിഷേക് പറഞ്ഞു. അഭിഷേക് ഉടൻ തന്നെ തന്റെ അഡ്വക്കേറ്റ് ജോസഫിനെ ഫോണിൽ വിളിച്ചു. പെട്ടെന്ന് തന്നെ നരച്ച മുടിയുള്ള മധ്യവയസ്കനായ ജോസഫ് അഭിഷേകിന്റെ ക്യാബിനിലേക്ക് വന്നു. വരുന്നതിനിടയിൽ അർജുനെ അയാൾ അടിമുടി നോക്കി. അർജുന്റെ കയ്യിൽ നിന്നും ആ ടോക്കൺ വാങ്ങി തിരിച്ചും മറിച്ചും സൂക്ഷ്മമായി നിരീക്ഷിച്ചു. അതിനിടയിൽ സംശയത്തോടെ അർജുനെ നോക്കുന്നുമുണ്ടായിരുന്നു. എന്താ നിന്റെ പേര്? ജോസഫ് ചോദിച്ചു. അർജുൻ സൈരന്ദ്രി, അവൻ സൗമ്യമായി പറഞ്ഞു. അത് കേട്ടയുടനെ ജോസഫ് ഒന്ന് ഞെട്ടുകയും അവനെ ആക്രമിക്കാൻ ഒരുങ്ങുകയും ചെയ്തു. അർജുനനെ ജോസഫ് ആക്രമിക്കുന്നത് കണ്ട് അഭിഷേക് ഞെട്ടിപ്പോയി. ജോസഫ് ഇത്തരത്തിൽ പ്രതികരിക്കുമെന്ന് അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ആദ്യം ഒന്ന് പതറിയെങ്കിലും അർജുനനും ശക്തമായി പോരാടി. കുറച്ചു കഴിഞ്ഞതും തളർന്ന ജോസഫ് പിൻവാങ്ങി അടുത്തുള്ള ചെയറിൽ വന്നിരുന്നു. അർജുനും ശാന്തമായി ചിരിച്ചുകൊണ്ട് സീറ്റിൽ വന്നിരുന്നു. അർജുൻ, ഐ എം സോറി, ഞാൻ നിന്റെ ശക്തി ഒന്ന് പരീക്ഷിച്ചതാ. പക്ഷെ എന്നെക്കൊണ്ട് അളക്കാൻ പറ്റുന്നതല്ല അത് എന്ന് എനിക്ക് മനസ്സിലായി.
നീ ശരിക്കും വീരേന്ദ്രൻ സാറിന്റെ ശിഷ്യൻ തന്നെയാ. ഇനി പറയേ, ഞാൻ നിന്നെ എങ്ങനെയാണ് സഹായിക്കേണ്ടത്? ഈ കോയിൻ കയ്യിലുള്ള നീ ആഗ്രഹിക്കുകയാണെങ്കിൽ നിനക്ക് ഇപ്പൊ വേണമെങ്കിൽ രാജമന്ദിര ഗ്രൂപ്പ് സ്വന്തം പേരിലാക്കാം. മറുചോദ്യം പോലും ഇല്ലാതെ നിന്റെ പേരിൽ ഈ കാണുന്നതെല്ലാം എഴുതിത്തരാൻ ഇവിടെയുള്ളവർ ബാധ്യസ്ഥരാണ്, ജോസഫ് പറഞ്ഞു. ഇരുവരുടെയും സംസാരം കേട്ടു നിൽക്കുകയായിരുന്ന അഭിഷേക് ആദ്യമൊന്നും ഭയന്നുപോയെങ്കിലും ഇപ്പോ അവന് കുറച്ച് ആശ്വാസം തോന്നി. ഈ പ്രോപ്പർട്ടികളിൽ എനിക്കിപ്പോ താല്പര്യമില്ല. ഞാൻ പറയുമ്പോ എനിക്ക് വേണ്ടത് ചെയ്തു തന്നാൽ മതി, അർജുൻ പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? അഭിഷേക് ചോദിച്ചു. ശ്രാവണ ഗ്രൂപ്പ് ഓഫ് ജ്വല്ലറീസ് അറിയാമോ? അർജുൻ ചോദിച്ചു. ആ യെസ്, അറിയാം. അഭിഷേകിന്റെ മുഖത്ത് ഗൗരവം നിറഞ്ഞു. അർജുൻ വീണ്ടും സംസാരിക്കാൻ തുടങ്ങിയതും അവന്റെ മൊബൈൽ റിംഗ് ചെയ്തു. എടുത്തു നോക്കിയതും രേണുകയുടെ പേര് സ്ക്രീനിൽ തെളിഞ്ഞു വന്നു. അർജുൻ, ഇന്നത്തോടെ എല്ലാം ഞാൻ അവസാനിപ്പിക്കും. എന്റെ മോളെ നീ ഡിവോഴ്സ് ചെയ്യണം. അതിനാവശ്യമായ പേപ്പറുകൾ എല്ലാം ഞാൻ ശരിയാക്കി വെച്ചിട്ടുണ്ട്. നീ ഉടനെ തന്നെ സിറ്റി ഹോസ്പിറ്റലിലേക്ക് വന്ന് അതിൽ സൈൻ ചെയ്യണം. രേണുക ഫോണിലൂടെ അലറുകയായിരുന്നു. സിറ്റി ഹോസ്പിറ്റലോ? അവിടെ എന്താ? എന്തുപറ്റി? അർജുൻ അക്ഷമനായി ചോദിച്ചു. എന്റെ മോളും അവളുടെ അച്ഛനും കൂടി ഫാക്ടറിയിൽ പോയതാണ്. അവിടെയുള്ള നന്ദിയില്ലാത്ത തൊഴിലാളികൾ അവർക്ക് ശമ്പളം നൽകുന്നില്ലെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ആക്രമിച്ചു. അവർക്കിടയിൽപ്പെട്ട് പാവം എന്റെ മോൾ ബോധം കെട്ടു വീണു. എല്ലാം നീ കാരണമാണ്. നീ മുൻപേ അവളെ ഡിവോഴ്സ് ചെയ്തിരുന്നെങ്കിൽ ഗൗതം ഒരിക്കലും ഈ കാര്യങ്ങളൊന്നും ഇത്രത്തോളം എത്തിക്കില്ലായിരുന്നു. ഞാൻ നിന്നോട് അപേക്ഷിക്കുകയാണ്, എന്റെ മോളുടെ ജീവിതത്തിൽ നിന്നൊന്ന് ഇറങ്ങിപ്പോ. ഞങ്ങൾക്ക് ഇനിയെങ്കിലും സമാധാനമായി ജീവിക്കണം, രേണുക ദേഷ്യത്തോടെ പറഞ്ഞു. പ്രയാഗ ബോധം കെട്ടു വീണു എന്ന് കേട്ട അർജുൻ ആകെ പരിഭ്രാന്തനായി. അവൻ ധൃതിയിൽ ഫോൺ കട്ട് ചെയ്തു. എനിക്ക് അത്യാവശ്യമായി പോകേണ്ടതുണ്ട്. ഞാൻ വീണ്ടും വരും. അതിനുള്ളിൽ ശ്രാവണ ഗ്രൂപ്പിന്റെ എല്ലാ ബിസിനസ്സുകളും എത്രയും പെട്ടെന്ന് നിങ്ങൾ വാങ്ങിക്കണം, അവൻ അവരോട് ആജ്ഞാപിച്ചു. അർജുൻ ഇറങ്ങിപ്പോകുന്നത് കണ്ട അഭിഷേക് ദീർഘമായി നിശ്വസിച്ചു. താങ്ക് ഗോഡ്, ഞാൻ കരുതി എല്ലാം കയ്യിൽ നിന്ന് പോയെന്ന്. കാരണം അർജുൻ പറഞ്ഞ കാര്യം അഭിഷേകിന് വളരെ നിസ്സാരമായി ചെയ്യാൻ സാധിക്കുന്ന ഒന്നായിരുന്നു. അവന്റെ ബിസിനസ് വെച്ച് നോക്കുമ്പോൾ എത്രയോ താഴെയായിരുന്നു ശ്രാവണ ഗ്രൂപ്പ് ഓഫ് ജ്വല്ലറീസ്. ധൃതിയിൽ സിറ്റി ഹോസ്പിറ്റലിലേക്ക് പോയ അർജുൻ റിസപ്ഷനിൽ ചെന്ന് മഹാദേവന്റെയും പ്രയാഗയുടെയും റൂം കണ്ടെത്തി അങ്ങോട്ട് പോയി. എവിടെയായിരുന്നു നീ? ഫാക്ടറിയിൽ നടന്നതൊക്കെ അറിഞ്ഞല്ലോ. എല്ലാത്തിനും കാരണം നീയാണ്. നീ കാരണമാണ് എന്റെ മോൾ ഈ അവസ്ഥയിലായത്. ഡോർ തുറന്നു വന്ന അർജുനെ കണ്ടപാടെ രേണുക അവനെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. രേണുകയുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കാതെ അർജുൻ കിടക്കയിലേക്ക് നോക്കി. മഹാദേവന്റെ കൈ കെട്ടിയിട്ടുണ്ട്. അയാളുടെ മുഖത്ത് നിരാശ തളം കെട്ടിക്കിടന്നിരുന്നു. പ്രയാഗ തൊട്ടടുത്ത സ്റ്റൂളിൽ ഇരിക്കുന്നുണ്ട്. അവളുടെ മുഖത്തും നല്ല വിഷമമുണ്ട്. ഇത്രയും പരിക്കേൽക്കാനും മാത്രം എന്താ സംഭവിച്ചതച്ചാ? ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.